ജാതി ഒരു സംസ്കൃത പദമാണ്. ജാതിയുടെ അർത്ഥം പിറവി എന്നാണ്. പിറവി. അപ്പോൾ ജന്മം കൊണ്ട് കിട്ടുന്നതാണ് ജാതി. ജാതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജന്മം കൊണ്ട് സിദ്ധിക്കുന്നതാണ് ജാതി. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഒരു നാട്ടിലെ ഒരു ചൊല്ലുണ്ട്, ഈ പ്രത്യേകിച്ച് അധകൃതരെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആൾക്കാരെ കുറിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ പഴയ കാലത്ത് വരേണ്യവർഗം സ്ഥിരമായിട്ട് പ്രയോഗിച്ചിരുന്ന ഒരു ചൊല്ലുണ്ട്, ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ. അവിടെ എന്താ ഉദ്ദേശിച്ചത്? ജന്മം കൊണ്ട് സംഭവിച്ചതാണ്, പിന്നെ അത് മാറ്റമില്ല. ജീനിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ജീൻ പോലെയാണ് നമ്മുടെ ജാതി എന്നുള്ള മട്ടിലാണ് അവരൊക്കെ സംസാരിച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ജാതിയുടെ ആവിർഭാവം 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 8-ാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ ഒരു മഴവിൽ സമൂഹമായിരുന്നു. മഴവില്ലിലെ നിരവധി നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത നിറങ്ങളുള്ളതുപോലൊരു സംസ്കൃതിയുടെ ഒരു സമന്വയമായിരുന്നു 8-ാം നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ കേരളം. അന്ന് കേരളമായിരുന്നില്ല. കേരളം ചേരമെന്നും ചേരപുത്രമെന്നും മലയ്യെന്നും മലവാരമെന്നും ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലമാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 11 നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉള്ളൂ കേരളത്തിലെ ജാതി വ്യവസ്ഥിതിക്ക്. ജാതി എന്ന് പറയുന്ന ഈ സംഭവം ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു 11 നൂറ്റാണ്ട് പരമാവധി ആയിട്ടുള്ളൂ. അത് പക്ഷേ പിന്നെ ഒരു അനുഷ്ഠാനം പോലെ, ഒരു ആചാരം പോലെ നമ്മുടെയൊക്കെ ഉള്ളിലിറങ്ങ് വേരുകൾ അഴുത്തി. അങ്ങനെ ഈ ജാതിയുടെ പേരിലുള്ള പീഡനത്തിൻ്റെ നൂറ്റാണ്ടുകൾ കടന്നു പോയപ്പോൾ എന്തിനാണ് പീഡിപ്പിക്കുന്നതെന്ന് ഈ പീഡനം തുടങ്ങി വെച്ചവരുടെ പിൻഗാമികളും, എന്തിനാണ് തങ്ങൾ പീഡിതരാവുന്നതെന്ന്, പീഡനം ഏറ്റുവാങ്ങുന്നതെന്ന് പീഡനം അനുഭവിക്കുന്ന ഇരകളുടെ പിൻഗാമികളും തിരിച്ചറിയാനാവാത്ത രീതിയിൽ ഇതൊരു അനുഷ്ഠാനമായിട്ട് മാറി. ശരിക്കും അതാണ് സംഭവിച്ചത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ആദ്യം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, 1925 വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിയും ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനായിരുന്ന ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിയും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂരും ഒക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലം അറിയാമായിരിക്കും. 1925 അത് ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികൾ അവർണർക്ക് നിരോധിച്ചിരുന്നു. സവർണർക്ക് മാത്രമേ ഇതിൽ വഴി നടക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. അന്ന് അവർണർക്ക് ആ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പൊതുവഴികൾ, അമ്പലത്തിൽ പോകാൻ വേണ്ടിയല്ല, അമ്പലത്തിന് ചുറ്റുപാടുമുള്ള പൊതുവഴികളിലൂടെ അവർണരായുള്ള ആൾക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നടത്തിയ 603 ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹ സമരമാണ് ഈ വൈക്കം സത്യാഗ്രഹ സമരം. അതിൽ ഗുരു അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പിന്തുണ നൽകിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു അതിൻ്റെ ഒരു ഇരയായിരുന്നു. ഒരിക്കൽ ശ്രീനാരായണ ഗുരു അതിലെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ വണ്ടി തടഞ്ഞു. അതൊരു റിക്ഷയിൽ വന്നപ്പോൾ ആ റിക്ഷ തടഞ്ഞു. ഇനി അങ്ങോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു. സ്വർണ്ണ നേതാക്കന്മാർ, അവിടുത്തെ ആൾക്കാർ തടഞ്ഞു. മഹാനായ അയ്യങ്കാളിയിലെ വന്നപ്പോൾ അയ്യങ്കാളിയെ തടഞ്ഞു. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ടി കെ മാധവനും കുമാരനാശാനും മന്നത്ത് പത്മനാഭനും ഒക്കെ ഈ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ധാർമ്മികമായിട്ടുള്ള പിന്തുണയെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് മഹാത്മജി ഇവിടെ വരികയാണ്. അദ്ദേഹത്തിന് ഈ സമരം ഒന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ മഹാത്മജി ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിക്ക്, ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനായ കാര്യം, ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിയെക്കുറിച്ച് കൃഷ്ണപിള്ള സാഹ ഒരിക്കൽ പറഞ്ഞൊരു വാചകം ഞാൻ കേട്ടത്, വൈക്കത്തപ്പൻ അദ്ദേഹത്തിൻ്റെ കുടിയാനാണെന്നാണ്. വൈക്കത്തപ്പൻ ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിയുടെ കുടിയാനാണ്. കാര്യം വൈക്കത്തപ്പൻ്റെ ഈ അമ്പലം നിൽക്കുന്ന സ്ഥലം ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലാണ്. അതുകൊണ്ട് ഇദ്ദേഹം ജന്മിയും വൈക്കത്തപ്പൻ കുടിയാനുമാണെന്ന് കൃഷ്ണപിള്ള സാഹ ഒരിക്കൽ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇണ്ടൻതുരുത്തി നമ്പ്യാതിരിയെ കണ്ട് നേരിട്ട് സംസാരിച്ച് കാര്യമൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്ന് കരുതിയാണ് മഹാത്മജി ഇദ്ദേഹത്തെ കാണണമെന്ന് താല്പര്യം അറിയിക്കുന്നു. അപ്പം ഈ അവർണ ജാതിക്കാരും സമരക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്നതുകൊണ്ട് ബനിയൻ സമുദായക്കാർ ബ്രാഹ്മണരാണെങ്കിൽ, ഗുജറാത്തിലെ ബ്രാഹ്മണരാണെങ്കിൽ പോലും ഗാന്ധിജിയെ അവരുടെ നാലുകെട്ടിനകത്തേക്ക് കിടത്താനായിട്ട് ഇണ്ടൻതുരുത്തി നമ്പ്യാതിരി സമ്മതിച്ചില്ല. അതിന് പകരമായിട്ട് പൂമുഖത്ത് ഒരു തിണ്ണയുണ്ടാക്കി. അതിനുവേണ്ടി ഒരു തിണ്ണയുണ്ടാക്കി പൂമുഖത്തെ തിണ്ണയിലിരുന്നാണ് ഇവർ സംസാരിക്കുന്നത്. ആ
ആ സംഭാഷണത്തിലെ ചില വാചകങ്ങളൊന്ന് കേൾക്കുകയാണെങ്കിൽ ഇതൊരു എത്ര രസകരമാണെന്ന് ഇതൊരു അനുഷ്ഠാനമായിട്ട് എങ്ങനെ മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജാതി എവിടുന്നും വന്നതല്ല, സൃഷ്ടിച്ചതാണ് ഇവിടെ മനുഷ്യർ. പക്ഷെ അതിനെ പിന്നീട് ഒരു അനുഷ്ഠാനവും ഒരു ആചാരവുമായിട്ട് അത് മാറുകയാണ്, ഒരു വിശ്വാസ പ്രമാണമായിട്ട് മാറുകയാണ്. ഗാന്ധിജി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കുറ്റവാളികളും സകല ദുഷ്ടന്മാരും എന്ന് വേണ്ട പട്ടികളും നാൽക്കാലികളും എല്ലാം നടക്കുന്ന പൊതുതരത്തിൽ ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തെ താഴ്ന്ന നിലയിലുള്ള ജനനത്തിന്റെ പേരിൽ വിലക്കുന്നത് ശരിയാണോ എന്ന് ഗാന്ധിജി ഈ ഇണ്ടംതിരുത്തി നമ്പ്യാതിരിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ട് പറയുന്ന മറുപടിയാണ്. കാര്യം അദ്ദേഹത്തിന് കുറ്റം പറയാൻ കഴിയുന്നില്ല, കാര്യം അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണമാണ്. ഇണ്ടംതിരുത്തി നമ്പ്യാതിരി വളരെ നിഷ്കളങ്കനായിട്ട് പറയാണ്, അല്ലാതെ എന്ത് ചെയ്യാനാവും മഹാത്മജി, അവരുടെ കർമ്മഫലം അവരനുഭവിക്കുകയല്ലേ. അവരുടെ കർമ്മഫലമാണ്, ഒരു ജന്മം കൊണ്ട് അവർ സിദ്ധിച്ച ഫലമാണ്. ഗാന്ധിജി ചോദിക്കുകയാണ്, അയിത്തജാതിക്കാരായി ജനിച്ചത് അവരുടെ കർമ്മഫലമാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്ന് വെച്ച് അവർ ഈ കൊലപാതകളെക്കാളും ദുഷ്ടന്മാരെക്കാളും മൃഗങ്ങളെക്കാളും ഒക്കെ നികൃഷ്ടനാണെന്ന് പറയാൻ പറ്റുമോ? പൊതുതരത്തിലൂടെ സവർണരായിട്ടുള്ള ഒരുപാട് ദുഷ്ടന്മാർ സഞ്ചരിക്കുന്നുണ്ട്, അവരെക്കാളും നികൃഷ്ടനാണോ ഈ അവർണർ എന്ന് ഗാന്ധിജി ചോദിക്കുകയാണ്. അപ്പം നമ്പ്യാതിരിയുടെ മറുപടിയാണ്, അതല്ലേ ഈശ്വരൻ അയിത്തജാതിക്കാരായി അവരെ ജനിപ്പിച്ചത്. ഇവിടെ കുറ്റം ഈശ്വരന്റെ നിലയിലാണ്. ഈശ്വരൻ അയിത്തജാതിക്കാരായി അവരെ ജനിപ്പിച്ചതുകൊണ്ടാണ് അവർക്ക് വഴി നടക്കാൻ പറ്റാത്തത്, ഞങ്ങൾ തടഞ്ഞതുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തടയേണ്ടി വരുന്നത്. ഈശ്വരനാണോ ജാതി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ എനിക്കൊന്നു ഭഗവത്ഗീതയിലെ മറ്റൊരു പ്രശസ്തമായ ശ്ലോകമുണ്ടോ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗച്ച. ശരിക്കും അതിൻ്റെ പോലും ധ്വനി എന്താണെന്ന് അറിയാവോ? ഈ ജാതികൾ 4 ചാതുർവർണ്ണ്യം ജന്മം കൊണ്ട് സിദ്ധിക്കുന്ന ആണെന്നല്ല, ഗുണകർമ്മ വിഭാഗച്ച എന്നാ പറയുന്നത്. ഗുണകർമ്മങ്ങൾ കൊണ്ട് ഗുണകർമ്മ വിഭാഗങ്ങളിൽ സംഭവിക്കുന്നതാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗുണങ്ങളും നിങ്ങളുടെ കർമ്മങ്ങളും ആശ്രയിച്ചാണ് ജാതി ഉണ്ടാകുന്നത്, ഈ ചാതുർവർണ്ണ്യം ഉണ്ടാകുന്നത് പറയുന്നത്. പക്ഷെ ഇവിടെ ഇണ്ടംതിരുത്തി നമ്പ്യാതിരി പറയുന്നത് ഈശ്വരൻ ആണ് ഇതിൻ്റെ ഉത്തരവാദി. അപ്പോൾ ഗാന്ധി ചോദിക്കുകയാണ്, ഈശ്വരൻ അങ്ങനെ ശിക്ഷിച്ചെന്നിരിക്കട്ടെ, മനുഷ്യരായ നമുക്ക് ഈശ്വരന്റെ സ്ഥാനം കയ്യേറി അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ എന്താണ് അധികാരം? മഹാത്മജീവിതം ഒന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കുകയാണ് നമ്പ്യാതിരി. കർമ്മഫലമായി അവർ സമ്പാദിച്ച ശിക്ഷകൾ അവർക്ക് നൽകാൻ ഈശ്വരൻ നമ്മെ ഉപകരണങ്ങളാക്കിയിരിക്കുകയാണ്. ഈശ്വരൻ സവർണരായ ഞങ്ങളെ ടൂൾസ് ആക്കിയിരിക്കുകയാണ്, ഈശ്വരന്റെ ഉപകരണങ്ങളാക്കിയിരിക്കുകയാണ് ഞങ്ങളെ. ഇവർക്ക് ശിക്ഷ കൊടുക്കണം. കാര്യം ഇവർ ഒരുപാട് പാപകർമ്മങ്ങൾ പഴയ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് ഇവർ അവർണരായിട്ടുണ്ട് ജനിച്ചിരിക്കുന്നത്. കാര്യം എത്രയോ മറിഞ്ഞു നോക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേ. അപ്പൊ നല്ലൊരു ചോദ്യം, ഈശ്വരൻ ഡെലിഗേറ്റഡ് പവേഴ്സ് കൊടുത്തിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പൊ നല്ലൊരു ചോദ്യം ഗാന്ധിജി ചോദിക്കുകയാണ്, സവർണരായ നിങ്ങളെ ശിക്ഷിക്കാൻ ഈശ്വരൻ ചുമതലപ്പെടുത്തിയ ഉപകരണങ്ങളാണ് തങ്ങളെന്ന് ഈ മർദ്ദിതരായ അവർണർക്ക് തോന്നിയാലോ? ഇതേ തോന്നൽ തന്നെ അവർക്കും ഉണ്ടാകാമല്ലോ. നിങ്ങൾ പറയുന്നു ഈശ്വരന്റെ നിയോഗപ്രകാരം നിങ്ങൾ അവരെ ശിക്ഷിക്കുകയാണ്, ഈശ്വരൻ നിങ്ങളെ ചൂടാക്കുന്നു. ഇതേ തോന്നൽ അവർക്കുണ്ടായിട്ട് അവർ നിങ്ങളെ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലോ എന്നാണ് മഹാത്മജി ചോദിക്കുന്നത്. ഇതേ തോന്നൽ അവർക്കുണ്ടായിക്കൂടെ? ഇദ്ദേഹം പെട്ടെന്ന് പറയാണ്, അത് തടയാൻ സർക്കാരുണ്ടല്ലോ, ഞങ്ങളെ സംരക്ഷിക്കാനും അത് തടയാനും സർക്കാരുണ്ടല്ലോ. പെട്ടെന്ന് ഇങ്ങനെ വല്ലാത്തൊരു ആത്മക്ഷോഭത്തോടെ മഹാത്മജിയോട് ചോദിക്കുകയാണ്, മഹാത്മജി ഇവറ്റകളെ മർദ്ദിതർ എന്ന് അങ്ങ് വിളിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് അവർ മർദ്ദിക്കപ്പെടുന്നത് അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളിവരെ മർദ്ദിക്കുന്നതല്ല, അവരെ മർദ്ദിക്കപ്പെടുകയാണ്. അല്ല, അവര് മർദ്ദിതരല്ല, അവർ മർദ്ദിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ, അതിന് കാരണമുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നത്. അപ്പം മഹാത്മജി പറഞ്ഞു, ജാലിയൻ വാലാബാഗില് നിരപരാധികളോട് ഡയർ ചെയ്ത അതേ ക്രൂരതയാണ് നിങ്ങൾ അവരോട് കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് വല്ലാതെ മനക്ഷോഭമുണ്ടായി. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ആചാരങ്ങൾ ഏർപ്പെടുത്തിയ ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള ആചാര്യന്മാരെയാണോ അങ്ങ് ഡയർ എന്ന് വിളിച്ചത്, അധിക്ഷേപിച്ചത്? ഇങ്ങനെ നീണ്ടുപോവുകയാണ് ഈ സംഭാഷണം, ഇങ്ങനെ നീണ്ടുപോവാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ സംഭാഷണം കൊണ്ട് എത്തിക്കുന്നത്, ഗാന്ധിജി കൊണ്ട് എത്തിക്കുന്നത്, ഗാന്ധി ചോദിക്കുകയാണ്, അവരെ പീഡിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് നിങ്ങൾ പറയുന്നു. പീഡനം ദൈവം നിശ്ചയമായതിനാൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണെന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്കല്ല. സവർണരായ കൊലപാതകികളെക്കാൾ നികൃഷ്ടരാണവരെന്നും നിങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നാളെ അവർ മതം മാറിയിട്ട് ക്രിസ്ത്യാനികളോ മുസൽമാന്മാരോ ആയി തീർന്നാലോ?
അപ്പോഴവർ നികൃഷ്ടരല്ലാതാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നു. കാര്യം മതം മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഒരാള് മതം മാറി ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ക്രിസ്ത്യാനിയാണ്. കാര്യം അവർണ ജാതിക്കാര് തൊട്ട് അശുദ്ധമാക്കി എണ്ണ ശുദ്ധമാക്കുന്നത് നസ്രാണികളെ കൊണ്ട് തൊടിയിട്ടാണ്. ഒരാള് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ അവർണത്വമില്ല. ആ ചോദ്യമാണ് ഇവിടെ മഹാത്മ്യം ചോദിക്കുന്നത്. ഇവർ നാളെ മുസൽമാന്മാരും ക്രിസ്ത്യാനികളുമായി തീർന്നാലോ? അപ്പോഴവർ നികൃഷ്ടരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ ചോദ്യത്തിന് നമ്മുടെ ഇണ്ടംതിരുത്തിക്ക് ഉത്തരം മുട്ടി. അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇണ്ടംതിരുത്തി നമ്പ്യാതിരി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ വിശ്വാസ പ്രമാണമാണ്. ഈ പണ്ട് ഒരു 10 നൂറ്റാണ്ടോളം ഇവിടെ ജാതി ഇങ്ങനെ നടപാടി അവസാനം ഈ ജാതി ഒരു അനുഷ്ഠാനമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതൊരു കർമ്മഫലമാണ്, ജന്മഫലമാണ് എന്നൊരു ധാരണയിലേക്ക് ഇവരെത്തിച്ചേരുകയാണ്. ഏതാണ്ട് ഒരു ഈശ്വര നിശ്ചയമാണ് എന്ന ധാരണയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 8-9 നൂറ്റാണ്ട് വരെ കേരളത്തിലെ ജാതി ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ ജാതി ഉണ്ടായെന്ന് വെച്ചാൽ 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിലേക്ക് ഏറ്റവും അധികം, കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക്, അന്ന് കേരളമല്ല, ഏറ്റവും അധികം ബ്രാഹ്മണ കുടിയേറ്റം ഉണ്ടാകുന്നത്. അതിനു മുമ്പും ബ്രാഹ്മണർ വന്നിട്ടുണ്ട്. പക്ഷേ അത് കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്ന ബ്രാഹ്മണർ പലയിടത്തും സെറ്റിൽ ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മതപരമായ ഒരു മതം വ്യാപിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ വൻതോതിൽ ഈ കുടിയേറ്റം ഉണ്ടാകുന്നത് 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ആ ഒരു കാലഘട്ടമാണ് എൻ്റെ നോവലിൽ പ്രതിപാദിക്കുന്നത്. അതായത് ശങ്കരാചാര്യരുടെ ജന്മത്തിന് ശേഷമാണ്, അദ്വൈത സിദ്ധാന്തം വന്നതിന് ശേഷമാണ്. ശങ്കരാചാര്യർ ഇവരെ അപഹസിച്ചു, പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ച് ആദ്യം അപഹസിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ശങ്കരാചാര്യർക്ക് ശേഷം ഈ ബ്രാഹ്മണ മതത്തിൽ തന്നെ ഉണ്ടായിരുന്ന 2 പ്രബല വിഭാഗങ്ങൾ തമ്മിൽ ഒന്നാവുകയാണ് ചെയ്തത്. ഇവർ പരസ്പരം കലഹിച്ചിരുന്നവരാണ്, ശൈവരും വൈഷ്ണവരും. ശൈവ ബ്രാഹ്മണരുണ്ടായിരുന്നു. അത് ഏറ്റവും അധികം ഈ തമിഴകത്താണ്. തമിഴകം എന്ന് പറഞ്ഞാൽ അന്ന് കേരളം തമിഴകമാണ്. ഞാൻ അതിലേക്ക് വരുന്നു. അപ്പം ഇവർ തമ്മിൽ യോജിക്കുകയാണ്. പരസ്പരം കലഹിച്ചിരുന്നവരാണ്. വൈഷ്ണവ ബ്രാഹ്മണർക്ക് ശൈവ ബ്രാഹ്മണരെ ഭയങ്കര പേടിയായിരുന്നു. ഇവരുടെ ആണ് ശൂലം, ത്രിശൂലം ഉണ്ടാവും ഈ നയനാർമാരുടെ ഇടയിൽ. ഇവർ ശൂലം കൊണ്ട് നടക്കുന്നത് അവരുടെ സന്യാസിമാരുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പം കുത്തുകയാണ്, കൊല്ലുക. വൈഷ്ണവർക്ക് ഭയങ്കര പേടിയാണ്. വൈഷ്ണവർ കുറച്ചുകൂടി സമാധാന പ്രേമികളായിട്ടുള്ള ബ്രാഹ്മണരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ യോജിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 9th സെഞ്ചുറിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രാഹ്മണിക് അധിനിവേശം നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഉണ്ടാവുന്നത്. അപ്പം ബൗദ്ധന്മാരെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്തിട്ട് ബ്രാഹ്മണിസം അല്ലെങ്കിൽ വൈദിക മതം ഇന്ത്യ മുഴുവനും വ്യാപിക്കുക എന്നുള്ളൊരു ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയിൽ, ഒരു അജണ്ടയിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണത്. ഇന്ത്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരുന്നു. അതിനൊരു ഭാഗമായിട്ടാണ് ഇവിടേക്കും വരുന്നത്. ഞാനെൻ്റെ ഉല എഴുതാൻ വേണ്ടി ഇങ്ങനെ ചരിത്ര രേഖകൾ ഇങ്ങനെ ചകഞ്ഞ് ഒരു 4 വർഷം വേണ്ടി വന്നു. അതിനെക്കുറിച്ച് ഒരുപാട് എഴുതപ്പെട്ട ചരിത്രമില്ല. അപ്പോൾ ചരിത്ര രേഖകൾ ഇങ്ങനെ പലയിടത്തുനിന്ന് ഇങ്ങനെ ചകഞ്ഞെടുത്ത് ഇങ്ങനെ വന്നപ്പോൾ വി നാഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വായിക്കാനിടയായി. വി നാഗമയ്യ വലിയൊരു സ്കോളറാണ്. അദ്ദേഹം രാജാവിൻ്റെ കാലത്ത് ഒരു സ്റ്റേറ്റ് മാനുവൽ, എനിക്കൊന്ന് ഇന്നേക്കൊരു 200 വർഷത്തിന് പഴക്കം ഉണ്ടാവും, ഒരു ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, ഒന്ന് ടി.കെ. വേലിപ്പിള്ളയും ഇദ്ദേഹമാണ്, 2 പേരാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 2 പേരും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് 2 ഞാൻ വായിച്ചു. 2ലും വളരെ പ്രസക്തമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ബൗദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വി നാഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നത് വൈഗാ നദിയുടെ തടത്തിൽ 8,000-ലധികം ബുദ്ധഭിക്ഷുക്കളെ കുന്തത്തിൽ കോർത്തു കൊന്നു എന്നാണ്. വൈഗാ നദി തടം ചുവന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കഴിവേറ്റി തിരുവിക എന്നാണ് അതിൻ്റെ പേര്, കഴിവേറ്റുക. ഇത് പറഞ്ഞാൽ ഈ കുന്തത്തിൽ കോർക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കുന്തത്തിൽ കോർക്കുകയല്ല. ഇത് നമ്മുടെ ഈ മുതുകിൻ്റെ അടിയിൽ നിന്ന് കഴുത്തിൻ്റെ അറ്റം വരെ ഒരു കൂർത്ത ശൂലം ഇങ്ങനെ കയറ്റിയിട്ട് ഈ ശൂലത്തിൽ കുത്തി നിർത്തുകയാണ്. 3 ദിവസം നിൽക്കും അങ്ങനെ, ജീവൻ പോവാതെ. കാര്യം ഇതൊരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റാണ്, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഇനി ഒരാളും ബൗദ്ധന്മാരായിട്ട് ഈ പ്രദേശത്ത് ഉണ്ടാവരുത്, ഉണ്ടെങ്കിൽ നിന്റെ അനുഭവം ഇതായിരിക്കും എന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ്.
8,000-ലധികം ബുദ്ധഭിക്ഷുക്കളെയാണ് വൈഗാ നദിയുടെ വൈഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പം തേനി കൂടെ ഒഴുകുന്ന നമ്മുടെ കേരളത്തിൻ്റെ അതിരിലൂടെ ഒഴുകുന്ന നദിയാണ്. പിന്നെ എന്താ ഇവർ ചെയ്തത്? ഇവര് കേരളത്തിലെ നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്ന തമിഴകത്തുണ്ടായിരുന്ന തമിഴകമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തമിഴ്നാട്ടിലും ഇന്ന് കേരളത്തിലും ഉണ്ടായിരുന്ന മുഴുവൻ ബുദ്ധ ജൈന വിഹാരങ്ങളും കയ്യേറി. തമിഴകത്ത് ഈ ആൾവാർമാരും നയനാർമാരും കൂടെ യോജിച്ചതിന് ശേഷമാണ് ശ്രീരംഗം ക്ഷേത്രം പിടിച്ചെടുക്കുന്നത്. ആദ്യം ശ്രീരംഗം ക്ഷേത്രം ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായിരുന്നു. അവിടുത്തെ സ്വർണ്ണം മുഴുവൻ ഒരു കൊള്ളയടിച്ചു, സമ്പത്തെല്ലാം കൊള്ളയടിച്ചു. അതിനുശേഷം ഇവർ അത് പിടിച്ചടക്കിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം ഇവർ മാറ്റി. അവർ വൈദിക് ബ്രാഹ്മണിസത്തിൻ്റെ ഒരു സ്ഥാപനമാക്കി ആ ക്ഷേത്രത്തെ മാറ്റി. ഇത് പിന്നീട് ഇങ്ങോട്ട് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും, അതായത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് അരങ്ങേറുകയാണ്. നമ്മുടെ കേരളത്തിൽ കൊടുങ്ങല്ലൂരിലാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് ബൗദ്ധ ജൈന ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ബൗദ്ധ ജൈന ക്ഷേത്രങ്ങളിൽ ഈ ബൗദ്ധ ക്ഷേത്രങ്ങളിൽ ബുദ്ധൻ അല്ലെങ്കിൽ ബോധിസത്വൻ അല്ലെങ്കിൽ പ്രജ്ഞാപാരമിത എന്ന് പറയുന്ന ഒരു ഒരു ദേവതയുണ്ട്. ബോധത്തിൻ്റെ ദേവതയാണ് പ്രജ്ഞാപാരമിത. അതുപോലെ തന്നെ ജൈനസ്ഥല താര സങ്കല്പമുണ്ട്, പത്നിയുണ്ട്. പത്നി എന്ന് പറഞ്ഞാൽ പത്മാവതിയാണ്. പത്മാവതി തീർത്ഥങ്കരന്മാരുണ്ട്. പാർശ്വനാഥൻ എന്ന് പറയുന്ന തീർത്ഥങ്കരൻ്റെ പങ്കാളിയാണ് പത്മാവതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ ജൈനക്ഷേത്രങ്ങൾ ആരാധിച്ചിരുന്നു. ഈ ക്ഷേത്രങ്ങൾ ഇന്ന് നമ്മൾ പോയി നോക്കിയാൽ നമ്മൾ കാണുന്ന പ്രാചീനമായിട്ടുള്ള ഈ പിടിച്ചടക്കിയ ക്ഷേത്രങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന പല വിഷ്ണു വിഗ്രഹങ്ങളും പല ഭഗവതി വിഗ്രഹങ്ങളുമൊക്കെ ഈ വിഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. തുടർന്ന് കാഴ്ചയിൽ വലിയ വ്യത്യാസം തോന്നാത്തതാണെങ്കിൽ അവരോട് നിലനിർത്തും. അതല്ല പ്രത്യക്ഷത്തിൽ തന്നെ ബുധനാണെന്ന് തോന്നിയാൽ ആ വിഗ്രഹം തകർക്കും. അത് ആ അമ്പലത്തിൻ്റെ കുളത്തിലോ അല്ലെങ്കിൽ അടുത്ത നദിയിലോ എവിടെയെങ്കിലും കാണും. അങ്ങനെ കിട്ടിയാണ് ഞങ്ങളുടെ നാട്ടിൽ തകഴിയിലിരിക്കുന്ന കരുമാടിക്കുട്ടൻ, ഒരു വശം ഛേദിക്കപ്പെട്ട ബുദ്ധൻ്റെ വിഗ്രഹം തകർത്തതാണ്. ഈ കൊടുങ്ങല്ലൂര് ഞാൻ വായിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂര് ക്ഷേത്രത്തിൽ ചെങ്കട്ടവൻ്റെ കാലത്താണ് പ്രതിഷ്ഠ നടത്തുന്നപ്പോൾ അവിടെ കണ്ണകിയുടെ പ്രതിഷ്ഠയാണ് നടത്തുന്നത്. കണ്ണകി ശരിക്കും ജൈന വിശ്വാസിയായിരുന്നു, കോവലൻ ബൗദ്ധ വിശ്വാസിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിലപ്പതികാരം എഴുതിയ ഇളങ്കോവടികൾ ശരിക്കും നമ്മുടെ കേരള ദേശക്കാരനാണ്, അന്നത്തെ ചേര ദേശക്കാരനാണ്. അദ്ദേഹം ബൗദ്ധനുമായിരുന്നു. ആദ്യം ജൈനനായിരുന്നു, പിന്നെ അദ്ദേഹം ബൗദ്ധനായിരുന്നു. അപ്പം ഈ കൊടുങ്ങല്ലൂരിലെ ശരിക്കും കണ്ണകിയുടെ പ്രതിഷ്ഠ അവിടെ സ്ഥാപിക്കുന്നത്. ഈ കണ്ണകിയാണ് അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ശ്രീലങ്കയിലെ ബാഹു രാജാവ് അതിന് സാന്നിധ്യം വഹിക്കാൻ എത്തിയിരുന്നു. ശ്രീലങ്ക അപ്പോഴത്തേക്കും ഈ ബുദ്ധമതം കാര്യമായിട്ട് പ്രചരിച്ചിരുന്ന ഒരു പ്രദേശമാണ്. ഈ കണ്ണകിയുടെ പ്രതിഷ്ഠയാണ് ഇവർ വന്ന് തച്ചുടച്ച് അവിടെ കോഴികളെ അറുത്ത് ചോര ഒഴുക്കി ബൗദ്ധന്മാരെ വിരട്ടി ഓടിക്കുകയാണ്. തെറിപ്പാട്ട് പാടിയാണ് വരുന്നത്. നമ്മൾ ഈ തെക്കൻ കേരളത്തിലെ പല അമ്പലങ്ങളിലും ചൂട്ടുപടയണിയുണ്ട്. പടയണി ചൂട്ടുപടയണിയൊക്കെ മലബാറിലില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ തെക്കൻ കേരളത്തിലാണ് ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത്. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ആലപ്പുഴ ടൗണിൽ നിന്നും ഞങ്ങളുടെ താമസം മാറി ചേർത്തല ഗ്രാമത്തിലേക്ക് വരുമ്പം ചേർത്തല കാർത്യായനി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഈ പടയണി ഞാൻ കണ്ടിട്ടുണ്ട്. ചൂട്ടുപടയണി ഭയങ്കരമായിട്ട് മദ്യപിച്ച് ചൂട്ട് കത്തിച്ച് രാത്രി തെറിവിളിയാണ്. ഓരോ ദേശക്കാർ പരസ്പരം ആർത്തെടുത്ത് ഭയങ്കര ആക്രോശത്തോടെ തെറിവിളിക്കുക ചെയ്യുന്നത്. ഭയങ്കര തെറിവിളിയാണ്. എന്തൊരു വൈരാഗ്യത്തോടെ ചെയ്യുന്നത്. അത് പഴയ ഒരു ഓർമ്മ പുതുക്കലാണ്. പണ്ട് അവർ ചെയ്തിരുന്നതാണ്. ബ്രാഹ്മണരെന്ന് എണ്ണത്തിൽ കുറവായിരുന്നു. അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ 3 പേരല്ല വന്നത്, അവരുടെ നേതൃത്വത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ബ്രാഹ്മണരെന്ന് ചൂർണിപ്പുഴ താണ്ടി വന്നവർ. ഇവർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ എണ്ണത്തിൽ കുറവ്, ഇവർ മടവാളുമായിട്ടാണ് വരുന്നത്. അതാണ് നമ്മുടെ പരസ്യു. നമ്മുടെ ഗവർണത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് എറിഞ്ഞ സാധനം അതാണ്, മടവാളാണ് പരസ്യു. ഇതുമായിട്ട് വന്നിട്ട് രായിക്കരാമാനം വന്ന് ഈ ബൗദ്ധ വിഹാരങ്ങളോട് ചേർന്നാണ് ബുദ്ധന്മാർ താമസിച്ചിരുന്നത്. അവരുടെ വീടുകളൊക്കെ അവിടെയൊക്കെ വന്ന് രാത്രി ഇവരുടെ വീടുകളൊക്കെ കയറി ഇവരെയൊക്കെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ആണുങ്ങളെയൊക്കെ വെട്ടിക്കൊല്ലും, പെണ്ണുങ്ങളെയൊക്കെ തടവിലാക്കും, ദാസ്യപ്പുരകളിൽ അടയ്ക്കും. അങ്ങനെ വളരെ നിഷ്ഠൂരമായൊരു ഹോളോകോസ്റ്റ് നടത്തിയാണ് ശരിക്കും ഇവിടെ കൺവേർഷൻ നടക്കുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂരിലെ കോഴിക്കുരുതി നടത്തുന്നു, അവിടെ ചോര തളിക്കുന്നു, അവിടെ ബലിത്തറയിൽ ഇട്ടൊരു ഭിക്ഷുവിനെ കൊല്ലുന്നു. അങ്ങനെയാണ് ശരിക്കും ബുദ്ധന്മാരെയൊക്കെ അവിടെ നിന്ന് ഓടിക്കുന്നത്. ക്ഷേത്രം കൈയടക്കുകയാണ്.
എന്നിട്ട് ഈ കണ്ണകിയുടെ ആ ഒരു പ്രതിഷ്ഠ എടുത്ത് വസൂരിമലയായിട്ട് അവിടെ പത്നിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പം വസൂരിമലയായിട്ട് അവിടെ പുറത്തിരിക്കുന്നത്. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിൽ നമ്മൾ പറയുന്നു കേരളത്തിലെ ഏക ഭരതക്ഷേത്രമാണെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം. അത് ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരു തീർത്ഥങ്കരനാണ്, ജൈന തീർത്ഥങ്കരൻ്റെ ക്ഷേത്രമായിരുന്നു. അവിടെ പക്ഷേ ചോര ഒഴുക്കിയില്ല. അവിടെ വളരെ തന്ത്രപൂർവ്വം അവിടെ ആ ക്ഷേത്രത്തിൻ്റെ, അത് ജൈനക്ഷേത്രമായിരുന്നു, ആ ക്ഷേത്രത്തിൻ്റെ പാലകരായിരുന്ന ജൈനന്മാരെ സ്വാധീനിച്ച് അവരെ അവിടുത്തെ കഴകക്കാരായിട്ട് തന്നെ നിശ്ചയിച്ച് അവരുടെ ചുമതലയിൽ നിന്ന് മാറ്റാതെ ഇവരെന്ത് ചെയ്തു, ഇവർ പൂജ മാത്രം മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഡൈറ്റിയുടെ പേരും മാറ്റി ഭരതനാക്കി, ശ്രീരാമൻ്റെ അനുജൻ ഭരതനാക്കി. അത് വളരെ തന്ത്രപൂർവ്വം കയറിയൊരു കഥയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് നമ്മുടെ പെരുമ്പാവൂരെ കല്ലിൽ ഗുഹ. കല്ലിൽ ഗുഹ ഇപ്പോൾ ഒരു ഭഗവതി ക്ഷേത്രമാണ്. അത് കല്ലിൽ ഗുഹയിൽ പാർശ്വനാഥനും പത്മാവതിയുമായിരുന്നു പ്രതിഷ്ഠ. ഒരു ജൈന ദേവതമാരാണ്. അതിപ്പോൾ ഭഗവതിയാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ നാട്ടിൽ ഈ കാർത്യായനി ക്ഷേത്രം എന്ന് പറയുന്നത് കീർത്തിനി എന്ന് പറയുന്ന വജ്രയാന ബുദ്ധിസ്ഥല ഒരു യോഗിനിയുടെ വിഹാരമായിരുന്നു. യോഗിനി താമസിച്ചിരുന്ന സ്ഥലമാണത്. വളരെ ഒരു ഹയർ ലെവലിലുള്ളൊരു യോഗിനിയായിരുന്നു കീർത്തിനി. ആ കീർത്തിനിയെ കൺവേർട്ട് ചെയ്താണ് കാർത്യായനിയാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ചേർത്തലയിലുണ്ട് ഈ ഈ പൂരപ്പാട്ട്, ഭയങ്കര തെറിയാ വിളിക്കുന്നത്. കൊടുങ്ങല്ലൂരെപ്പോലെ തന്നെയാണ് ചേർത്തലയും. ഇതൊക്കെ ഇവർ പണ്ട് ബൗദ്ധന്മാരെ ഓടിക്കാൻ വേണ്ടി വിളിച്ച തെറിപ്പാട്ടുകൾ തന്നെയാണ്. ചേർത്തലിൽ ചൂട്ടുപടയണിയുണ്ട്. അല്ല, മകൻ ദിവസം ചേർത്തലിലേക്ക് ഈ പാലക്കൊമ്പുകളൊക്കെ ഇങ്ങനെ ഒടിച്ചു കൊണ്ടുവന്നിട്ട് പരസ്പരം ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇതെല്ലാം പഴയ ഓർമ്മ പുതുക്കൽ, ഇവരെ ആ പഴയ കയ്യേറ്റത്തിൻ്റെ ആണ്ട് ആഘോഷങ്ങളാണ് ഇതെല്ലാം. അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ തകഴി ക്ഷേത്രം, തിരുവിഴ ക്ഷേത്രം, മരുത്തോറട്ടം ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ള ഇപ്പോഴും അവിടെ വൈദ്യമുണ്ട്, ചികിത്സയുണ്ട്. തിരുവിഴ ക്ഷേത്രത്തിൽ മനോരോഗത്തിന് ചികിത്സിക്കുന്നുണ്ട്. തകഴി ക്ഷേത്രത്തിൽ വയറ്റുവേദനയ്ക്ക് എണ്ണ കൊടുക്കുന്നുണ്ട്. മരുത്തോറട്ടം ക്ഷേത്രത്തിൽ ഉദരരോഗങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിലമ്പേരൂർ, കോട്ടയത്ത് നിലമ്പേരൂര്, കിളിരൂർ, ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളുടെ പേര് പറയല്ല. തിരുവല്ലയിലെ ക്ഷേത്രം, ശ്രീവല്ലഭ ക്ഷേത്രം, അത് ജൈന വിഹാരമായിരുന്നു. ഇങ്ങനെ ഈ തെക്കൻ കേരളം മുഴുവനും ഈ ഒരു കയ്യേറ്റം നടന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ കാലത്ത് ദക്ഷിണാപുരത്തിൽ ഏറ്റവും വലിയ ബുദ്ധവിഹാരം നമ്മുടെ ഈ ചേരത്തിലായിരുന്നു. ഇന്നത്തെ നമ്മുടെ കായംകുളത്തിനും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയ്ക്കായിട്ട് കടലില്ല, ഇപ്പോൾ അത് കടലാണ് ആ ഭാഗത്ത്. ശ്രീമൂലവാസം എന്ന് പറയും, ശ്രീമൂലവാദം എന്നാണ് മലയാളത്തിൽ നിന്ന് പറഞ്ഞിരുന്നത്. ഈ ശ്രീമൂലവാസത്തിലെ ബുദ്ധവിഗ്രഹം ത്തിൻ്റെ അതേ സാമ്യമുള്ളൊരു ബുദ്ധവിഗ്രഹം കബിസയിൽ നിന്ന്, കാബൂളിൽ നിന്ന് പിന്നീട് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് കണ്ടെടുക്കുകയുണ്ടായി. 1950s അത് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരുന്നത് ദക്ഷിണാപതേ മൂലവാസ ലോകനാഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവലോകിതേശ്വരൻ്റെ വിഗ്രഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതേ വിഗ്രഹമാണ് കബിസത്ത് നിന്ന് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ എക്സ്കവേറ്റർ അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ദക്ഷിണാപതേ മൂലവാസ ലോകനാഥ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദക്ഷിണാപുരത്തിലെ ശ്രീമൂലവാസത്തിലെ ലോകനാഥന്റെ വിഗ്രഹത്തിന്റെ പകർപ്പാണിത് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രത്തോളം ബുദ്ധമതം പ്രചരിച്ചിരുന്നു, എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു. ഇതിന് ഏറ്റവും എതിർക്കുന്ന ഒരാൾ ഡോക്ടറുടെ നാട്ടിൽ ഉണ്ടായിരുന്ന നമ്മുടെ NGS നാരായണൻ സാറാണ്. കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായിരുന്നേ ഇല്ല എന്ന് വാദിക്കുന്ന അദ്ദേഹമാണ്. എനിക്കൊന്ന് അദ്ദേഹം തെക്കൻ കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എനിക്കൊന്നു 7-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ മലബാറിൽ ഇത് ക്ഷയിച്ചു തുടങ്ങി. പക്ഷെ തെക്കോട്ട് ഈ എവിടെ ബേസ്ഡായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ബേസ്ഡാണെന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. ഒന്നുകിൽ അദ്ദേഹം ഈ ചരിത്രം, തെക്കൻ കേരളത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവം പറയുന്നതായിരിക്കാം. വടക്കുന്നാഥൻ, അതെ, ഞാൻ എല്ലാ അമ്പലങ്ങളും പറഞ്ഞില്ല എന്നുള്ളൂ. ഞാൻ പറയാത്ത പ്രാചീന ക്ഷേത്രങ്ങളല്ലേ, ഇത് തിരിച്ചറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. വരാം നമുക്ക് എനിക്കൊന്ന് ചോദ്യങ്ങൾ നമുക്ക് ഒടുവിൽ ഇതിന് ശേഷം പറയാം. എനിക്ക് പറയാനുള്ള വിഷയത്തിലേക്ക് ഞാൻ എത്തുന്നതേ ഉള്ളൂ. നമുക്കിത് തിരിച്ചറിയാൻ ഒറ്റ മാർഗം വട്ട ശ്രീകോവിലുകളുള്ള അമ്പലങ്ങൾ നോക്കിയാൽ മതി. ഏതെല്ലാം അമ്പലങ്ങളിലാണോ വട്ട ശ്രീകോവിലുള്ളത് അവിടെ നമുക്കറിയാം അത് ബൗദ്ധക്ഷേത്രങ്ങളായിരുന്നു. വട്ടത്തിലുള്ള ശ്രീകോവിൽ, അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്? ഈ വട്ടത്തിലുള്ള ശ്രീകോവിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
അതിൻ്റെ വാതില് വളരെ ചെറുതായിരിക്കും. ചെറിയ വളരെ കട്ടിയുള്ള മരത്തിൻ്റെ തടി കൊണ്ടുള്ള ചെറിയ ഈ പ്രീസ്റ്റിന് വളരെ കുനിഞ്ഞു കയറാൻ പറ്റുന്ന വാതിലായിരിക്കും. വാതിലിന് വല്ല കട്ടിയും ഉണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ ഈ ബൗദ്ധ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ചികിത്സയുണ്ടായിരുന്നു, വൈദ്യ ചികിത്സയുണ്ടായിരുന്നു. ബുദ്ധന്മാരാണ് കേരളത്തിൽ വൈദ്യം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ ഈഴവ കുടുംബങ്ങളിൽ ഇപ്പോഴും വൈദ്യം നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. ഈ വൈദ്യത്തിൻ്റെ ആവശ്യമായിട്ടുള്ള പച്ചമരുന്നുകൾ സൂക്ഷിക്കുന്നത് ഈ അമ്പലത്തിനുള്ളിലാണ്, ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ്. ഈ പച്ചമരുന്നുകൾ അതിനകത്ത് സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ചൂട് നിയന്ത്രിക്കണം, അതിനകത്ത് ടെമ്പറേച്ചർ നിയന്ത്രിക്കണം. അതിനുവേണ്ടിയാണ് ഈ ശ്രീകോവിൽ കരിങ്കല്ല് കൊണ്ടുമൊക്കെ വട്ടത്തിൽ കെട്ടിയിരിക്കുന്നത്. ഇത്രയും ഒരു വാതിൽ വെച്ചിരിക്കുന്നത് അധികം ചൂട് പുറത്തുനിന്ന് അകത്തേക്ക് വരാത്ത രീതിയിലുള്ള ചെറിയ വാതിലുകളാണ് അതിൽ വയ്ക്കുന്നത്. മരുന്നിൻ്റെ ഈ പച്ചമരുന്നിൻ്റെ ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ വേണ്ടിയാണ്. ശബരിമലയുടെ കഥയിലേക്ക് നമുക്ക് പറയാം, ചോദ്യോത്തരം വരുമ്പോഴേ പറയാം. ഈ വട്ടശ്ശേരികോവിലുള്ള പഴയ കാലത്തെ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം തന്നെ ബൗദ്ധ ക്ഷേത്രങ്ങൾ. ഈയിടയ്ക്ക് എൻ്റെ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്ന BS തിരുമേനി അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം കോവിഡ് കാലത്ത് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ അദ്ദേഹം പോയപ്പോൾ അവിടെ വളരെ രഹസ്യമായിട്ടൊരു കാര്യം അദ്ദേഹം കണ്ടു. സാധാരണ ആരെയും അങ്ങോട്ട് കയറ്റില്ല. അദ്ദേഹം അവർണ BS തിരുമേനി എന്നാണ് പേരെങ്കിലും അദ്ദേഹം അവർണ സമുദായക്കാരനാണ്. അപ്പം അദ്ദേഹത്തിന് അന്ന് കോവിഡ് സമയമായിരുന്നുകൊണ്ട് പ്രീസ്റ്റ്സ് ഒന്നും അവിടെ ഇല്ലായിരുന്ന ഒരു സമയമാണ്. അപ്പം ഇദ്ദേഹം അവിടെ ചെന്ന് ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് കാണണമെന്ന് താല്പര്യം പറഞ്ഞിട്ട് ശ്രീകോവിലിനോട് ചേർന്ന് ഇരിക്കുന്ന ഒരു സംഭവം അദ്ദേഹം കണ്ടു. ചുണ്ണാമ്പിലുണ്ടാക്കിയൊരു വിഗ്രഹം, ചുണ്ണാമ്പ് കല്ലിലുണ്ടാക്കിയൊരു ബുദ്ധ വിഗ്രഹം. പുറത്താർക്കും അറിയില്ലത്, അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പണ്ടുണ്ടായിരുന്ന ബുദ്ധവിഗ്രഹമായിരുന്നിരിക്കും. ഇപ്പോഴും ആ ഒരു വളരെ പ്രാചീനമായൊരു ചുണ്ണാമ്പ് കല്ലിലുണ്ടാക്കിയൊരു ബുദ്ധവിഗ്രഹം തിരുവാർപ്പ് ക്ഷേത്രത്തിൻ്റെ ചുണ്ണാമ്പ് കല്ലിലുണ്ടാക്കിയൊരു ബുദ്ധവിഗ്രഹം തിരുവാർപ്പ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുറകു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം നേരിട്ട് കണ്ടതായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു 7-ാം നൂറ്റാണ്ടിൽ ഹ്യുവാൻസാങ് ഇവിടെ വന്നപ്പോൾ ഹ്യുവാൻസാങ് പറയുന്നുണ്ട് കേരളത്തിലേണ്ടൊരു 1000-ഓളം ബുദ്ധ വിഹാരങ്ങൾ അദ്ദേഹം കണ്ടു. 7th സെഞ്ചുറി 10,000-ത്തിലധികം ബുദ്ധ ഭിക്ഷുക്കളെ ഉണ്ടെന്ന് ആണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ മലബാറിൽ മലങ്കൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞ പേരെങ്ങനെയാണെന്നാണ്, മലബാറാണെന്ന് മലകൂടത്തിൽ പക്ഷേ ബുദ്ധമതം ക്ഷയിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. പറഞ്ഞാൽ മലബാറിൽ എപ്പോഴത്തേക്കും ക്ഷയം സംഭവിച്ചാണ് 7th സെഞ്ചുറി ആയപ്പോഴും. പക്ഷേ ഇവിടെ ക്ഷയം സംഭവിക്കുന്നത് ഒരു 9-ാം നൂറ്റാണ്ടോടെയാണ്. ഈ ചൂർണിപ്പുഴയ്ക്ക് തെക്കോട്ട് പെട്ടെന്ന് അങ്ങനെ അധിനിവേശം നടത്താൻ എളുപ്പമല്ല. പുഴ കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അന്ന് പാലങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തെക്കോട്ട് വളരെ വൈകിയാണ് ഈ അധിനിവേശം സംഭവിക്കുന്നത്. നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കാനിടയായി, നായന്മാര് നാഗത്താന്മാരായിരുന്നു എന്ന് വായിക്കാനിടയായി. നാഗത്താന്മാരെന്ന് വെച്ചാൽ ജൈനരാണ്. പിന്നീട് ഞാൻ ഇതിൻ്റെ ഉര എഴുതാൻ വേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, കേരളത്തിൽ അന്നുണ്ടായിരുന്ന തമിഴകത്ത് ഉണ്ടായിരുന്ന ജൈനന്മാരുടെ എല്ലാം വീടുകളോട് ചേർന്ന് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. അത് ബൗദ്ധർക്കില്ലായിരുന്നു. ജൈനരുടെ വീടിനോട് ചേർന്ന് വീടിൻ്റെ പുറകിലായിട്ട് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. നാഗക്കാവില് ആണ് ഈ രാജാവിനെയും നാഗയക്ഷിയെയും വെച്ച് പൂജിക്കുന്നത്. കാര്യം നാഗരാജാവെന്ന് പറയുന്നത് ധരണേന്ദ്രൻ എന്ന് പറയുന്ന നാഗമാണ്. നാഗയക്ഷി എന്ന് പറയുന്നത് പത്മാവതി എന്ന് പറഞ്ഞ പത്നി എന്ന് പറയുന്ന നാഗമാണ്. ഇതിൻ്റെ ഒരു കഥയുള്ളത്, പാർശ്വനാഥൻ എന്ന് പറയുന്ന ജൈന തീർത്ഥങ്കരൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. അത് ഒരിക്കലിങ്ങനെ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു യാഗം നടക്കുന്നു, ബ്രാഹ്മണരുടെ യാഗം നടക്കുന്നു, ഒരു കാട്ടിൽ യാഗം നടക്കുകയാണ്. ഈ യാഗത്തിൽ നാഗങ്ങളൊക്കെ ഇങ്ങനെ ചുട്ട് കൊല്ലപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം 2 നാഗങ്ങളെ രക്ഷിക്കുന്നുണ്ട്. ആ നാഗങ്ങളാണ് ഈ ധരണേന്ദ്രനായും പത്നിയുമായിട്ടും പുനർജനിക്കുന്നത്. അങ്ങനെ അവർ നാഗലോകത്തിൻ്റെ അധിപരായി തീരുന്നു എന്നാണ് ജൈനസങ്കല്പം. അങ്ങനെ ഈ പാർശ്വനാഥൻ എന്ന് പറയുന്ന രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ആധ്യാത്മിക ജീവിതത്തിലേക്ക് തിരിഞ്ഞ് ധ്യാനത്തിൽ ഏർപ്പെട്ട് തീർത്ഥങ്കരനായ സമയത്ത് ഈ നാഗങ്ങൾ അദ്ദേഹത്തിന് വന്ന് അത് ഒരുപാട്, അപ്പോൾ പുറം ലോകത്തു നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇദ്ദേഹം ജൈന മതം സ്വീകരിച്ചപ്പോൾ ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വന്നപ്പം അവരിൽ നിന്നൊക്കെ ആ എതിർപ്പിൽ നിന്നൊക്കെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് ഈ 2 നാഗങ്ങൾ വന്ന് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടം മലമായിട്ട് ഈ ധരണേന്ദ്രനും പത്നിയും വന്ന് പണം വിടർത്തി ഇങ്ങനെ നിന്നു
എന്നപ്പോൾ നമ്മൾ ഈ പാർശ്വനാഥ തീർത്ഥങ്കരന്റെ പടം ഇവിടെ കണ്ടാൽ അതിനകത്ത് ഈ നാഗം ഉണ്ടാവും. അതുകൊണ്ട് ജൈനന്മാരെ പിൽക്കാലത്ത് ഈ നാഗങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ നാഗങ്ങളെ ആരാധിച്ച ജൈനന്മാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഹ്മണിക് അധിനിവേശം വന്ന ഈ 8th and 9th സെഞ്ചുറിയിലുണ്ടായ അധിനിവേശത്തിൽ അവർക്ക് കീഴടങ്ങി കൊടുക്കുകയായിരുന്നു ജൈനന്മാർ കീഴടങ്ങി കൊടുത്തവരെ എല്ലാം തന്നെ അവരെ ശൂദ്രന്മാരാക്കി. അങ്ങനെ നാഗങ്ങളെ ആരാധിച്ചവരാണ് നായന്മാരായി മാറിയതെന്ന് ചട്ടമ്പിസ്വാമി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്ര വസ്തുത എനിക്കറിയില്ല, പക്ഷേ ഞാൻ അദ്ദേഹം എഴുതിയത് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ബൗദ്ധന്മാർ ഒരിക്കലും വഴങ്ങിക്കൊടുത്തിരുന്നില്ല. ആ ബൗദ്ധന്മാരാണ് ഇവിടുത്തെ മ്ലേച്ഛ സമൂഹമായിട്ട് മാറിയത്. അവരെയാണ് ചണ്ഡാളരായിട്ട് മുദ്രകുത്തിയത്. പിന്നെ ഒരു പിന്നാമ്പുറ ചരിത്രം പറയുകയാണെങ്കിൽ BC 3-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറയുന്നത് 229 നമ്മുടെ അശോകൻ കലിംഗ യുദ്ധം അവസാനിപ്പിച്ച് ബുദ്ധമതം സ്വീകരിച്ച് ഇന്ത്യ മുഴുവനും ഈ ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായിട്ട് സന്യാസിമാരെയും അനുയായികളെയൊക്കെ പറഞ്ഞയച്ച സമയത്താണ് ഈ തമിഴകത്തേക്കും ബുദ്ധന്മാർ വരുന്നത്. ആ കൂട്ടത്തിലാണ് നമ്മുടെ ഈ പ്രദേശത്തേക്കും വരുന്നത്. കേരളം എന്ന് പറയുന്ന അന്ന് തമിഴകത്തിന്റെ ഭാഗം. കാര്യം തമിഴകം എന്ന് 3 ഖണ്ഡങ്ങളായിട്ടായിരുന്നു: ചേരം, പാണ്ഡ്യം, ചോളം. ഇതാണ് തമിഴകം എന്ന് പറയുന്നത്. ഒരു വളരെ വിസ്തൃതമായൊരു ഏരിയ ആയിരുന്നു. അപ്പം ഇവിടേക്ക് അശോകൻ അയക്കുന്ന ബുദ്ധ സന്യാസിമാരുടെ കൂട്ടത്തിൽ വന്ന ഒരാളാണ് രക്ഷാധിധീരൻ. രക്ഷാധിധീരൻ എന്ന് പറയുന്ന ഒരു ബുദ്ധ സന്യാസിയാണ് നമ്മൾ ഇന്ന് കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തേക്ക് വന്നത്. അദ്ദേഹം തനിച്ചല്ല വന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പം വളരെ വലിയൊരു സംഘമുണ്ടായിരുന്നു. ഉഴവുകാരുണ്ടായിരുന്നു, കൈത്തൊഴിൽക്കാരുണ്ടായിരുന്നു, പല കൈവേലകൾ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം തന്നെ പല തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം തന്നെ ബൗദ്ധന്മാരായിരുന്നു. അവർക്ക് ജാതിയില്ലായിരുന്നു. അവരെല്ലാം ഓരോ മേഖല, ഓരോ തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. അവർ ആചാര്യ, പാലിപദത്തിൽ പറയുന്ന വാക്കുകൾ ആചാര്യ എന്നാണ്. ആചാര്യാണ് ആശാരിയായിട്ട് മാറിയത്. മൂശാര, അതാണ് മുശാരിയായിട്ട്, കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന മുശാരി. തട്ട എന്നാണ് പറയുന്നത്, അതാണ് തട്ടാനായിട്ട് മാറിയത്. രഥത്തിൻ്റെ ധായാണ്. പാലിയിൽ തട്ട എന്ന് പറയുന്ന ആ കൂട്ടത്തിലുണ്ടായിരുന്ന കൈത്തൊഴിലുകാരാണ് പിന്നീട് നമ്മുടെ തട്ടാന്മാരായിട്ട് മാറിയത്. കൊല്ല, അതാണ് കൊല്ലന്മാരായിട്ട് മാറിയത്. അതുപോലെ തച്ച, അച്ഛൻ്റെ ഇച്ഛയാണ് തച്ച. ആ അച്ഛയാണ് പിന്നെ നമ്മുടെ തച്ചന്മാര്, പെരുന്തച്ചൻ എന്ന് പറയുന്ന തച്ചന്മാരെന്ന് വാസ്തുനിർമ്മിതികളൊക്കെ ചെയ്യുന്ന ആശാരിമാരായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കമ്മാളന്മാർ, ഇങ്ങനെ ഇവരെല്ലാം കമ്മാളന്മാരാണ്. പിന്നീട് ഐങ്കുടി കമ്മാളന്മാരെന്ന് വിശേഷിപ്പിച്ച ആശാരി, മൂശാരി, കൊല്ലം, തട്ടാനെന്നൊക്കെ പറഞ്ഞ് ജാതി തിരിച്ച് വിശേഷിപ്പിച്ച ഒരു തൊഴിൽ വിഭാഗമായിരുന്നു ഇവരൊക്കെ. അതുപോലെ തന്നെ ഉഴവര്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടറാ പറഞ്ഞേ അതോ ഗോപിയാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഈ ഇവിടെ കേരളത്തിൽ കൃഷി കൊണ്ടുവന്ന ബ്രാഹ്മണരാണ്. ഇവിടെ ചതുപ്പായിരുന്നതിന് മുമ്പ് ചതുപ്പ് മുഴുവനും മാറ്റിയത് ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ തികഞ്ഞ അസംബന്ധമാണ്. ഈ കൃഷി രീതി ആദ്യമായിട്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ബൗദ്ധന്മാരാണ്. ബൗദ്ധന്മാർ കാളകളും കലപ്പകളുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഉഴവരുമായിട്ടാണ് വരുന്നത്. ഇവിടെ മുഴുവൻ ഇവിടുത്തെ ചതുപ്പുകളൊക്കെ ഉഴുത് മറിച്ച് ഇവിടെ പലതരം വിത്തുകൾ വിതച്ച് ഇവിടെ കൃഷിഭൂമികളായിട്ട് മാറ്റിയത് ഈ ബൗദ്ധന്മാരാണ്. അന്ന് നമുക്ക് ബുദ്ധൻ എന്നൊരു വാക്കില്ല. ഇത് നമ്മുടെ മലയാളം എന്ന് പഴം തമിഴിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്ക് ഖരാക്ഷരങ്ങളില്ല. സാധാരണ നമ്മുടെ സ്വരാക്ഷരങ്ങളില്ലേ, ഖചടതപ അതേ ഉള്ളൂ. ഖ ഖ എന്നുള്ളതിൻ്റെ ഖ ഖ ഗ അതില്ലേ, അതില്ല. അതിന് പകരം നമ്മൾ തമിഴിലെ ആൽഫബറ്റ് പോലെയാണ് ഖ ചട തപ. വളരെ സാധാരണ വാക്ക് അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പം അന്ന് ബുദ്ധൻ എന്ന് പറയത്തില്ല, പുത്തൻ എന്നാ പറയുക. നമ്മൾ പഴയ രേഖകളൊക്കെ ഇപ്പോഴും കാണാൻ കഴിയുന്ന, ഞാൻ റവന്യൂവിൽ ജോലി ചെയ്തതുകൊണ്ട് അറിയാം. പുത്തൻ നിലം, പുത്തൻ തോട്, പുത്തൻപറമ്പ് എന്നാ പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും പേരുകളുണ്ട്. ഇതെല്ലാം പഴയകാലത്തെ പുത്തൻ നിലങ്ങളാണ്. പുത്തന്മാർ ഉണ്ടാക്കിയ നിലങ്ങളാണ് പുത്തൻ നിലങ്ങൾ. പുത്തന്മാർ കുഴിച്ച തോടുകളാണ് പുത്തൻ തോടുകൾ. ഇതെല്ലാം പുത്തൻ എന്നാ പറയുക, ബുദ്ധൻ എന്ന് പറയത്തില്ല. നമ്മൾ പറയത്തില്ലേ, എന്താ അയ്യോ പുത്തോ, അവൻ അയ്യോ പുത്തോ എന്ന് നിലവിളിച്ചു എന്ന് പറയില്ലേ. അയ്യോ ബുദ്ധോ എന്നാണ്. അയ്യൻ ആരാണ്? അയ്യൻ ബുദ്ധനാണ്. അയ്യോ ബുദ്ധോ എന്നാണ് വിളിക്കുന്നത്. അയ്യോ പുത്തോ എന്ന് വിളിച്ച് പറഞ്ഞു നമ്മൾ പറയും. നമ്മൾ ബുദ്ധനിൽ നിന്നൊക്കെ ഒരുപാട് അകന്നുപോയി. പക്ഷെ ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവനിൽ ആ വിളിയുണ്ട്.
ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അനിയത്തിയുടെ മോൻ്റെ കുട്ടി അവൾക്ക് 2 വയസ്സായിട്ടില്ല. അവളെന്തോ പറഞ്ഞു പെട്ടെന്ന് അയ്യോ എന്ന് പറയുന്നു. ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഇവളെ ആരെ അയ്യോ പഠിപ്പിച്ചു കൊടുത്തത്? അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, അവൾ തന്നെ പറയുന്നതാണ് എന്ന്. അവൾ പെട്ടെന്ന് അയ്യോ എന്നാ പറയുന്നത്. കാര്യം ഇത് ജീനിലുണ്ട്. ഒരു 12 നൂറ്റാണ്ട് കേരളത്തിൽ നമ്മുടെ ഒക്കെ പൂർവികർ സമ്പാദിച്ചു തന്ന, നമുക്ക് നമ്മുടെ ജീനുകളിലേക്ക് സമ്പാദിച്ചു തന്ന ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നൈരന്തര്യമാണത്. നമ്മളറിയാതെ അയ്യോ എന്ന്, ഒരു പാമ്പിനെ കണ്ട നമ്മൾ അയ്യോ എന്ന് വിളിച്ചു പോകുന്നത് അതുകൊണ്ടാണ് അല്ലെ? നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു പാമ്പ് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പെട്ടെന്ന് വിളിക്കുന്നത്? നമ്മൾ അയ്യോ എന്ന് വിളിക്കും അല്ലേ? അയ്യോ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ അയ്യൻ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അപ്പം അന്ന് ഈ ചേരം, ചോഴം, പാണ്ഡ്യ എന്നിങ്ങനെ 3 ഖണ്ഡങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അന്ന് ഇവിടെ ഈ പ്രദേശത്ത് ഈ ദക്ഷാതിതീര ബുദ്ധൻ വരുന്നതിന് മുമ്പ് ഇവിടെ ആദ്യ ദ്രാവിഡ സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. അത് ഈ തമിഴകത്തുമൊക്കെ അതെ, എല്ലായിടത്തും ഈ നമ്മുടെ ഈ തമിഴകം എന്ന് പറയുന്ന നമ്മൾ ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശങ്ങളിലും ഈ പാണ്ഡ്യ, ചേര, ചോളം എന്ന് പറയുന്ന മുഴുവൻ പ്രദേശങ്ങളിലും ആദ്യ ദ്രാവിഡ സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. ആദ്യ ദ്രാവിഡ സംസ്കാരത്തിലെ അന്ന് ആരാധിച്ചിരുന്ന ഒരു ദേവത കൊറ്റവേ എന്ന് പറയും. കൊറ്റവേ എന്ന് പറയുന്ന ഒരു ദേവതയാണ് അന്ന് ആരാധിച്ചിരുന്നത്. പിന്നെയുള്ളത് പ്രേതാരാധനയായിരുന്നു. പിന്നെ പ്രകൃതി ശക്തികളെയൊക്കെ ആരാധിച്ചിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തിൽ പിന്നെ വീരാരാധന ഉണ്ടായിരുന്നു. പൂർവികരെയൊക്കെ വീരന്മാരായിട്ട് ആരാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബൗദ്ധ മതവും പിന്നീട് ജൈനമതവും വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്ന ആദ്യത്തെ മതം എന്ന് പറയുന്നത് വൈദിക മതവും ഹിന്ദുമതം അങ്ങനെയൊന്നുമല്ല. ആദ്യമായിട്ട് വരുന്നത് ഒരു ദർശന സംഹിത എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ബൗദ്ധമതമാണ്. അതിനുശേഷമാണ് ജൈനമതം കടന്നു വരുന്നത്. ഇതിന് ശേഷം തൊട്ടു പിന്നാലെ വരുന്നത് ക്രൈസ്തവരാണ്. അവിടെയും വൈദിക ബ്രാഹ്മണരല്ല വരുന്നത്, അല്ലെങ്കിൽ വൈദിക മതമല്ല കേരളത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഇതിന് തൊട്ടു പിന്നാലെ, ജൈനമതത്തിന് തൊട്ടു പിന്നാലെ വരുന്നത് ക്രൈസ്തവരാണ്. ഇപ്പൊ നമ്മൾ സെയിന്റ് തോമസ് AD 1-ാം നൂറ്റാണ്ടിൽ വന്നു എന്ന് പറയുന്നതിന് മതിയായ തെളിവില്ലെന്ന് വത്തിക്കാൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജ്ഞാനായ തോമൻ വന്നതിന് തെളിവുണ്ട്. AD 4th സെഞ്ചുറിയിൽ ജ്ഞാനായ തോമൻ വന്നു, കൊടുങ്ങൂരിൽ വന്നിറങ്ങി, മുസിരിസിൽ വന്നിറങ്ങി. 400ഓളം ഡീക്കന്മാരും അനുയായികളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിന് വ്യക്തമായിട്ട് തെളിവുണ്ട്. അങ്ങനെ കേരളത്തില് ഈ വൈദിക ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തില് ക്രിസ്ത്യാനികൾ വന്നു. 7th സെഞ്ചുറിയിലാണ് ഇവിടെ മഹമ്മദിയർ വരുന്നത്, മഹമ്മദിയ മതം ഇവിടെ വരുന്നത്. 629 AD നമ്മുടെ കൊടുങ്ങല്ലൂര് ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂര് പണിയുന്നത് മാലിക് ദിനാറാണ്. അത് 629 AD എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാം മതം ആവിർഭവിച്ചതിന് തൊട്ട് പിന്നാലെ കൊടുങ്ങല്ലൂരിൽ ഒരു മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടു. അധികം വൈകാതെ തന്നെ സ്ഥാപിക്കപ്പെട്ടു. ഇതിനും ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മതപരിവർത്തനത്തിന് വേണ്ടി ബ്രാഹ്മണ മതം കേരളത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ബ്രാഹ്മണർ വന്നിട്ടുണ്ട്. ബ്രാഹ്മണർ അതിനു മുമ്പ് 1500 വർഷത്തെ പഴക്കമുണ്ടല്ലോ ഈ ആര്യന്മാർക്ക് ഇന്ത്യയിൽ വന്നിട്ട്. പക്ഷേ മതപരിവർത്തനത്തിനായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞത്, മതപരിവർത്തനത്തിനായിട്ട് ഇവർ വരുന്നത് 6th സെഞ്ചുറിക്ക് ശേഷമാണ്, 7-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ് വരുന്നത്. ഈ കച്ചവടത്തിനായിട്ട് പണ്ടേ ചേരത്തിലേക്ക് വന്ന ബ്രാഹ്മണരുണ്ട്, അല്ലെങ്കിൽ തമിഴകത്തേക്ക് വന്ന ബ്രാഹ്മണരുണ്ട്. അവരെ വിളിച്ചിരുന്ന വേളപ്പാർപ്പാൻ എന്നായിരുന്നു. അവർക്ക് ഈ മതപരമായ കാര്യങ്ങളിലും താല്പര്യമില്ല. അവർ കച്ചവടത്തിന് വേണ്ടി വന്നവരായിരുന്നു. അവര് നമ്മുടെ ഇവിടുത്തെ ആദ്യ ദ്രാവിഡ സംസ്കാരവും ബൗദ്ധ സംസ്കാരവും ജൈന സംസ്കാരവുമായിട്ടൊക്കെ ചേർന്ന് ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ ഒരു 6th സെഞ്ചുറിക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ചാതുർവർണ്ണ്യം പ്രചരിപ്പിക്കാൻ വേണ്ടിയായിട്ട് ബ്രാഹ്മണ സമൂഹം കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അത് ഏതാണ്ട് 8th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഈ പരശുരാമൻ മഴുപറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് നീളുന്ന പരശുവുമായിട്ട് ആയുധങ്ങളുമായിട്ട് വരുന്ന ബ്രാഹ്മണരുടെ ഒരു വലിയ മുന്നേറ്റം നമ്മുടെ ഗോകർണം വഴി കർണാടകത്തിൽ നിന്നാണ് വരുന്നത്, തുളു പ്രദേശത്തു നിന്നാണ് വരുന്നത്, അവരിങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരശുരാമൻ മഴുപറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു പൊട്ടക്കഥ ഉണ്ടാവുന്നത്. ലോകൻ ഇതിനെക്കുറിച്ച് പറയുന്നത് വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ അബദ്ധ പഞ്ചാംഗം എന്നാണ് ലോകൻ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരളോൽപ്പത്തി ഉണ്ടായത് എന്നാണെന്ന് അറിയാമോ? കേരളോൽപ്പത്തിയുടെ കാലം 18th സെഞ്ചുറിയാണ്. 18-ാം നൂറ്റാണ്ടിലാണ് പരശുരാമൻ മഴുപറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന് പറയുന്ന ഒരു അസംബന്ധം പ്രചരിക്കുന്നത്. അതിന് തന്നെ പല വേർഷൻ ഉണ്ടായി. അത് ബ്രാഹ്മണ സമൂഹം അവര് ബോധപൂർവ്വം എഴുതിയുണ്ടാക്കിയ ചരിത്രം. ഇന്ന് എന്താ പറയുക, സംഘപരിവാർ ശക്തികൾ ചരിത്രം മാറ്റി എഴുതുന്ന പോലെ ഇവർ ചരിത്ര നിർമ്മിതി നടത്തുന്നു, അത്രയേ ഉള്ളൂ. ഒരു പുതിയ ചരിത്ര നിർമ്മിതി അവരുണ്ടാക്കുകയാണ്. പരശുരാമൻ ഗോകർണത്ത് നിന്നാണ്ട് 1500 കിലോമീറ്റർ ദൂരെയാണ് കന്യാകുമാരി എന്ന് ഓർക്കണം.
ഗോവണ്ടത്തു നിന്ന് 1500 കിലോമീറ്റർ ദൂരെ കന്യാകുമാരിയിലേക്ക് മഴുവെടുത്തെറിഞ്ഞു എന്നാ പറയുന്നത്. ഈയിടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒളിമ്പിക് റെക്കോർഡ് 98 മീറ്ററാണ് ഈ ജാവലിൻ ത്രോ. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ട് എറിയാൻ കഴിയത്തില്ല. അതെ അതെ, എറിഞ്ഞത് പരശുരാമനാണ്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ജാവലിൻ ത്രോ 98 മീറ്ററാണ്. 98.5 മീറ്ററാണ് ഒരു മനുഷ്യനെ കൊണ്ട് എറിയാവുന്ന ഏറ്റവും വലിയ ലോക റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് പരശുരാമൻ മഴ പറഞ്ഞാൽ 1500 1600 കിലോമീറ്ററോളം ദൂരത്തേക്കാണ്. ഇത് അസംബന്ധമാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 11ാം നൂറ്റാണ്ടിലാണ് അതുലന്റെ മൂഷിക വംശം എന്ന സംസ്കൃത കാവ്യം ഉണ്ടാവുന്നത്. സംസ്കൃത നാടകകാവ്യമാണത്. ഈ കൃതിയിൽ അതുലൻ ഇവിടെ ജീവിച്ചിരുന്ന ആളാണ്. അതുലൻ ഒരിടത്തു പോലും ഈ ബ്രാഹ്മണരെ കുറിച്ചോ പരശുരാമനെ കുറിച്ചോ ഈ മഴുവേറിനെ കുറിച്ചോ പറയുന്നില്ല. 18ാം നൂറ്റാണ്ടിലുണ്ടായ കേരളോൽപ്പത്തിയിലാണ് ഈ മഴുവേറിനെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് 11ാം നൂറ്റാണ്ടിലുണ്ടായ മൂഷിക വംശത്തിൽ പറയുന്നില്ല? അതേസമയം മൂഷിക വംശത്തിൽ ഇവിടുത്തെ ബൗദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. NGS നാരായണൻ സാർ അത് വായിക്കേണ്ടിയിരുന്നു. 11ാം നൂറ്റാണ്ടിൽ എഴുതിയ സംസ്കൃത കാവ്യമായ മൂഷിക വംശത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബൗദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. തൃക്കുന്നപ്പുഴയ്ക്കും കായംകുളത്തിനും ഇടയ്ക്ക് നിലനിന്നിരുന്ന ശ്രീമൂലവാസം എന്ന ദക്ഷിണാപുരത്തിൽ ഏറ്റവും വലിയ ബുദ്ധവിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് മൂഷിക വംശത്തിൽ. അതിന്റെ പ്രാസാദാഗ്രഹങ്ങൾ പക്ഷി പറക്കുന്ന ഉയരത്തിലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അത്ര ഉയരത്തിലായിരുന്നു ഈ ബുദ്ധവിഹാരം. ദക്ഷിണാപുരത്തിൽ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായിരുന്നു. അവിടെ മൂഷ്യവംശത്തിലെ രാജാക്കന്മാര് അവർക്ക് ചില അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ധ്യാനത്തിലിരുന്നായിട്ട് പറയുന്നുണ്ട്. കുറേ നാളുകളോളം അവിടുത്തെ അർഹതന്റെ മുന്നിൽ വന്ന് ധ്യാനത്തിലിരുന്നതായിട്ട് പറയുന്നുണ്ട് മൂഷ്യവംശത്തിൽ. എന്തുകൊണ്ട് അതിനകത്ത് കേരളോൽപ്പത്തിയിൽ പറയുന്ന മഴുവേറിനെ കുറിച്ചോ പരശുരാമനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരെ കുറിച്ചോ പറയുന്നില്ല? അതുകൊണ്ട് തന്നെ ലോകൻ പറഞ്ഞത് വളരെ സത്യമാണ്. ഒന്നാന്തരം വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ ഒരു അബദ്ധ പഞ്ചാംഗമാണ് കേരളോൽപ്പത്തി. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്നൊക്കെയുള്ള കഥ. നമ്മളൊക്കെ അത് ധരിച്ചു വയ്ക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആദി ദ്രാവിഡ ജനതയുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ചിന്താസരണിയുമായിട്ടാണ് ഈ ബൗദ്ധന്മാരും ജൈനന്മാരുടെ വന്നു ചേരുന്നത്. പക്ഷെ ഇവരൊരിക്കലും അതിനെ ഒരു മതപരിവർത്തനമാക്കി മാറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരുന്ന അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവരൊരുമിച്ച് ജീവിക്കുകയായിരുന്നു. ഒരുമിച്ച് ജീവിക്കുന്നു. ഇവിടെ കളരികൾ തുടങ്ങുന്നു. ബൗദ്ധന്മാരാണ് ഇവിടെ കളരികൾ തുടങ്ങുന്നത്. ബുദ്ധന്മാർക്ക് സെൽഫ് ഡിഫൻസിന് വേണ്ടി കളരി പഠിക്കാറുണ്ട്. സെൽഫ് ഡിഫൻസിന് വേണ്ടി അന്ന് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ സാർത്ഥവാഹ സംഘങ്ങളുടെ കൂട്ടത്തിലൊക്കെയാണ് പോകുന്നത്. പലപ്പോഴും അല്ലാതെ പോകുമ്പോൾ ഒരുപാട് കൊള്ളക്കാരുണ്ടാവും. വഴിയോര കൊള്ളക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നേരിടാൻ ഇവർക്ക് അത്യാവശ്യം കളരി ഫൈറ്റുകളൊക്കെ അറിയാം. അതിൽ നിന്നൊക്കെയാണല്ലോ പിന്നെ ഈ കുങ്ഫു ഒക്കെ ഉണ്ടായെന്ന് പറയുന്നു. ഒരു തീർത്ഥങ്കരൻ, ഒരു ബോധിസത്വൻ ചൈനയെ പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഏഴാം അറിവെന്ന് പറഞ്ഞ സിനിമയിലല്ലേ, തമിഴ് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം കൃഷി കൊണ്ടുവന്നത് ബൗദ്ധന്മാരാണ്. കൈത്തൊഴിലുകൾ കൊണ്ടുവന്നത് ബൗദ്ധന്മാരാണ്. വൈദ്യം കൊണ്ടുവന്നത് വൈദ്യന്മാരാണ്. ഇവിടെ എഴുത്തുപള്ളികൾ തുടങ്ങിയത് വൈദ്യന്മാരും ജൈനന്മാരുമാണ്. നമ്മുടെ പണ്ടത്തെ വിദ്യാരംഭം കുറിക്കുന്ന എന്താ പറഞ്ഞെന്ന് അറിയോ? നമ്മളിപ്പോൾ ഹരിശ്രീ ഗണപതയെ നമ എന്നല്ലേ എഴുതുന്നത്. പണ്ടങ്ങനെയല്ല, നമോതു ചിനതേ എന്നാണ് എഴുതുന്നത്. നമോതു ചിനതേ. ചിനത എന്ന് പറഞ്ഞാൽ ജനതയാണ്, ജനത. ശരിക്കും തുടങ്ങിയത് ജൈനന്മാരാണ്. നമോതു ചിനതേ. ചിനത എന്ന് പറഞ്ഞാൽ ജനതേ, ജൈനൻ, ജനതേ. അതാണ് പിൽക്കാലത്ത് ഈ ബ്രാഹ്മണിക് അധിനിവേശത്തിന് ശേഷം ഹൈജാക്ക് ചെയ്ത് ഹരിശ്രീ ഗണപതായ നമ എന്ന പേരിൽ പുതിയ വിദ്യാരംഭമാക്കി മാറ്റിയത്. ഈ വിദ്യാരംഭമൊക്കെ ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നു. ഇവര് ജൈനന്മാരും ബൗദ്ധന്മാരും തുടങ്ങി വെച്ചതാണ്. ഇവിടെ എഴുത്തുപള്ളികൾ തുടങ്ങി വെച്ചത് ബൗദ്ധന്മാരാണ്. അക്കാലത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഇപ്പോൾ ഇക്കാലത്തെയും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വൈദ്യഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്ഭടൻ എന്ന് പറയുന്ന ബുദ്ധ സന്യാസിയാണ്. അത് എഴുതിയത് വേറെ എവിടെയും വെച്ചല്ല, നമ്മുടെ ഈ കായംകുളത്തിനടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചീമൂതവാദത്തിൽ വെച്ചാണ്. ചീമൂതവാദം നമ്മൾ മലയാളത്തിൽ പറയുന്നു, സംസ്കൃതത്തിൽ ശ്രീമൂലവാസം എന്നാ പറയുക. ചീമൂതവാദത്തിൽ വെച്ചാണ് അഷ്ടാംഗ ഹൃദയം എഴുതപ്പെടുന്നത്. ഈ നമ്മുടെ ചേരത്തിൽ വെച്ചാണ് അമരകോശം എഴുതുന്നത്. അമരസിംഹൻ എന്ന് പറയുന്ന ഒരു ബൗദ്ധനാണ് അമരകോശം എഴുതുന്നത്, നിഘണ്ടു എഴുതുന്നത്. അത്രയും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ബൗദ്ധന്മാർ സ്വാധീനം ചെലുത്തിയിരുന്നു.
നമ്മുടെ കാർഷിക രംഗത്ത് സ്വാധീനം ചെലുത്തിയിരുന്നു, വൈദ്യരംഗത്ത് സ്വാധീനം ചെലുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ വൈദ്യം പിൽക്കാലത്ത് ഈഴവ കുടുംബങ്ങളിലായത്? ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിൽ ചേർത്തലയിൽ അമ്മയുടെ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പം അവിടെ വൈദ്യം മുഴുവനും ഈഴവ കുടുംബങ്ങളിലാണ്. മധുരവേലി, തിരുതേകാട് എന്നാ പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ ഈഴവ കുടുംബങ്ങളിലാണ് വൈദ്യം ഉള്ളത്. അവരൊക്കെ വൈദ്യന്മാരാണ്, പരമ്പരാഗത വൈദ്യന്മാരാണ്. എവിടെ നിന്നാണ് ഈ വൈദ്യം? അവരൊക്കെ ഈ ബൗദ്ധ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരായിരുന്നു. അപ്പം അങ്ങനെ ഈ അശോകന്റെ കാലത്ത് നമ്മുടെ തമിഴകത്തേക്ക് എന്ന പോലെ തന്നെ ശ്രീലങ്കയിലേക്കും നമ്മൾ വായിച്ചിട്ടുണ്ട്. സംഗമത്തയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയിലേക്കും ഒക്കെ അന്ന് സിലോണാണ്. സിലോണും സിരാനൊക്കെ ആയിരുന്നു. അന്ന് സിരാൻ എന്നായിരുന്നു പേരല്ലേ, സിരാനായിരുന്നു. സിരാനിലേക്ക് ബൗദ്ധന്മാരെ അയക്കുന്നുണ്ട്, ബുദ്ധ സന്യാസിമാരെ അയക്കുന്നുണ്ട്. അവിടുന്ന് ഒരുപാട് ബൗദ്ധന്മാർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ പോയി മതം പ്രചരിപ്പിച്ച്, ബുദ്ധമതം പ്രചരിപ്പിച്ച് കുറേ പേര് കേരളത്തിലേക്ക് വന്നു. ഒരു വലിയ സംഘം കേരളത്തിലേക്ക് വന്നു. അവരാണ് ഈഴവർ. അവർ ഈഴത്തുനിന്ന് വന്നവരാണ്. ഈഴം എന്ന് പറഞ്ഞാൽ ലങ്കയാണ്. ഈഴത്തുനിന്ന് വന്നവരാണ് പിൽക്കാലത്ത് ഈഴവരായിട്ട് മാറിയത്. ഇവരിൽ ഒരു വിഭാഗം തന്നെ വടക്കേ മലബാറിലേക്ക് പോയി. മലബാറിൽ ചെന്നപ്പോൾ അവരെ ദ്വീപന്മാരെന്നാണ് വിളിച്ചിരുന്നത്. ദ്വീപിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ദ്വീപന്മാര്. അവരാണ് പിൽക്കാലത്ത് സംസാര ഭാഷയിൽ ലോപിച്ച് തീയന്മാരായിട്ട് മാറുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അവിടെ അത് ഒരു സവർണ വർഗത്തിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഒരു ഉയർന്ന സ്ഥാനം കിട്ടി. ഇവിടെ പക്ഷേ പിൽക്കാലത്ത് ഈഴവർ അന്ന് വലിയ പ്രമാണിമാരായിരുന്നു. അന്നിവിടെ ഭൂസ്വത്തുക്കളുണ്ടായിരുന്നു. അവിടെ അന്ന് ഈഴവരെന്ന് മാത്രമല്ല, അന്നൊക്കെ അന്തണർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണരെ അല്ല, അറിവോരെന്ന് പറയും. അറിവോരെന്ന് പറയുന്ന ഏത് തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അറിവോരായി തീരാം. അവരുടെ ചിന്താസരണിയൊക്കെ മാറിക്കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ധനരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മൗനികളായിട്ട് പോയി ഇങ്ങനെ എവിടെയെങ്കിലും ഗുഹകളിലൊക്കെ പോയി താമസിക്കും. അവരെയൊക്കെ അന്തണർന്നും അതുപോലെ അറിവോരെന്നൊക്കെ വിളിക്കും. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ആകാം. അതിന് ജാതിയൊന്നും ഇല്ലായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും അധികം ഈ നമ്മുടെ ബൗദ്ധ ജൈന ആദിദ്രാവിഡ സംസ്കൃതി ഇവിടെ നിലനിന്നിരുന്ന കാലത്ത് നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവര് പുലയർ, പറയർ, പാണർ, ഈഴവർ, ഉഴവർ, ഇവരൊക്കെ ആയിരുന്നു. കാര്യം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജാതിയല്ലായിരുന്നു. പുലയർ എന്ന് പറഞ്ഞാൽ, പുലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? പുലം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അല്ല, ഒന്നാമത്തെ അർത്ഥം ജ്ഞാനമാണ്. പുലം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, നോളജാണ് പുലം. പുലം എന്ന് പറഞ്ഞാൽ അറിവോർ എന്നാണ് അർത്ഥം. പുലവർ എന്ന് പറഞ്ഞാൽ അറിവോർ എന്നാണ് അർത്ഥം. അങ്ങനെ അർത്ഥമുണ്ട്. ജ്ഞാനികളായിരുന്നു. കാര്യം ഈ ജ്ഞാനികളാണ് നമ്മൾ ഈ സംഘസാഹിത്യം പരിശോധിച്ചാൽ അറിയാം. സംഘസാഹിത്യം അത്രയും എഴുതിയിരിക്കുന്നത് മുഴുവനും ഞാൻ ഈ പറഞ്ഞ വിഭാഗക്കാരായ ആൾക്കാരാണ്. മുഴുവൻ സംഘസാഹിത്യം നമുക്ക് നോക്കിയാൽ ആ കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഒരു വരേണ്യവർഗത്തിൽ നിന്ന് ആരും എഴുതിയ സംഭവമൊന്നും. ഇവരൊക്കെ ഒന്ന് ഭയങ്കര സ്കോളർലി ആയിരുന്നു. പറയർ എന്ന് പറഞ്ഞാൽ പറകൊട്ടി പാടുന്നവരായിരുന്നു. അങ്ങനെ അവര് പറയർന്ന് പേര് വരുന്നത്. പാണന്മാര് ഗായകരായിരുന്നു, ഒന്നാന്തരം ഗായകരായിരുന്നു. പുലത്തിന് നിലവെന്നും അർത്ഥമുണ്ട് കേട്ടോ. പുലത്തിന് ജ്ഞാനമെന്നും നിലവെന്നും അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനമെന്നും ഈ നിലത്തിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടും പുലയർന്നുള്ള പേര് വന്നിട്ടുണ്ട്, ജ്ഞാനം കൊണ്ട് പുലയർന്ന പേര് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് രീതിയിലും പുലയർന്ന് വിശേഷിപ്പിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ഒരു സാമൂഹിക ക്രമം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ തമിഴകം, ഈ തമിഴകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ തിരുപ്പതി തുടങ്ങി തെക്ക് കന്യാകുമാരി വരെ, കിഴക്ക് നമ്മുടെ ബംഗാൾ ഉൾക്കടല്, പടിഞ്ഞാറ് അറേബ്യൻ സീ, ഇതിനിടയ്ക്ക് കിടക്കുന്ന ഈ മുഴുവൻ വലിയ വിസ്തൃതമായ പ്രദേശമാണെന്ന് തമിഴകം എന്നറിയപ്പെട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് ഒരൊറ്റ ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നാട്ടുഭാഷാ ഭേദങ്ങൾ ഒഴിക്കുകയാണെങ്കിൽ ഒരു കോമൺ ഭാഷയായിരുന്നു. ആ ഭാഷ എന്ന് പറഞ്ഞാൽ പഴന്തമിഴ് തന്നെയായിരുന്നു. പഴന്തമിഴാണ് ഇവിടെ എല്ലാം സംസാരിച്ചിരുന്നത്, പഴന്തമിഴായിരുന്നു. അന്ന് 5 തിണകളിലായിട്ടാണ് ആൾക്കാർ ജീവിച്ചിരുന്നത്. 5 തിണയെന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടാവും. കുറിഞ്ഞി, പാലൈ, മുല്ല, മരുതം, നെയ്തൽ, ഇങ്ങനെ 5 തിണകളായിരുന്നു. ഈ 5 തിണകളും അതിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള സ്വഭാവം അനുസരിച്ചാണ് ഇതിനെ തിണകളായിട്ട് വേർതിരിക്കുന്നത്. കുറിഞ്ഞി എന്ന് വെച്ചാൽ മലവാരമാണ്. കാടുകളും മലമ്പ്രദേശങ്ങളെയാണ് കുറിഞ്ഞി എന്ന് പറയുന്നത്.
അവിടെ ജീവിച്ചിരുന്നവരാണ് കുറവർ, പുനവർ, കാടർ, കാനവർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവര് ജാതിപ്പേരല്ലത് അതൊന്നും. ആ പ്രദേശത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ആ പ്രദേശത്ത് ജീവിക്കുന്നവരെന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കുന്ന പേരായിരുന്നു അത്. അതുപോലെ പാലൈ എന്ന് പറയുന്ന പ്രദേശം, തിണ എന്ന് പറയുന്നത് വരണ്ട മഴ കിട്ടാത്ത വരണ്ട പ്രദേശങ്ങളാണ് പാലൈ. അവിടെയാണ് മറവരും വേടരൊക്കെ ഉണ്ട്. മടവരെന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരെ ആക്രമിച്ചൊക്കെ കീഴടക്കി എല്ലാം സമ്പാദിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവർ. പക്ഷേ വേടരുണ്ടായിരുന്നു, വേട്ടയാടാൻ പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുല്ലയെന്ന് പറഞ്ഞാൽ മെഡോസും കുറ്റിക്കാടുകളും ഒക്കെ ഉള്ള തിണയ്ക്കാണ് മുല്ല എന്ന് പറയുന്നത്. അവിടെയാണ് ആയരുണ്ടായിരുന്നത്. ആയർ എന്ന് പറഞ്ഞാൽ അവർക്ക് കന്നുകാലികളുണ്ടായിരുന്നു. ആയരാണ് കന്നുകാലികളെ വളർത്തുന്നത്. പിന്നെ മരുതം എന്ന് പറഞ്ഞാൽ നദീതടങ്ങളിലൊക്കെ ഉള്ള ഫെർട്ടൈലായിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെയാണ് ഈ വയലുകളൊക്കെ ഉണ്ടാവുക. അവിടെയൊക്കെ കൃഷി ചെയ്തിരുന്നവരാണ് നായർ എന്ന് പറയുന്നത്. അത് ഉഴവരും വേളാളർ, പുലവർ എന്ന് പറയുന്നവരൊക്കെ ആ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. പിന്നെ നെയ്തലാണുള്ളത്. നെയ്തൽ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെയും കായലിൻ്റെയും ഉള്ള തീരപ്രദേശങ്ങളാണ്. അവിടെ ജീവിച്ചിരുന്നവരുടെ തൊഴിൽ എന്താണ്? അവർക്ക് മീൻപിടുത്തമാണ് അവരുടെ തൊഴിൽ. അവിടെ ജീവിച്ചിരുന്നവരെ വിളിച്ചിരുന്നത് പരവതർ, വലയർ, മീനവർ, പരവർ എന്നൊക്കെയാണ്. ഇവരൊക്കെ ഭയങ്കര സമ്പന്നരായിരുന്നു. അതാണ് ഏറ്റവും രസകരമായൊരു കാര്യം. കേരളത്തിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന ഒരു സാധനമാണ് മുത്ത്. ഈ മുത്ത് കൊണ്ടുവരുന്നത് ഇവരാണ്, പരവതരാണ്. ഇവര് സമ്പന്നരായിരുന്നു. അല്ലെങ്കിൽ ആയർ അവർ സമ്പന്നരായിരുന്നു, അവർക്ക് കാലിസമ്പത്തുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വലിയൊരു ബഹുസ്വരത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സമൂഹമായിരുന്നു. ഇത് ജാതിയല്ലല്ലോ. ഇപ്പം കുറിഞ്ഞി നിലത്തെ ഒരു കുറവൻ അവിടുന്ന് പോയി നെയ്തലിൽ താമസിച്ചിട്ട് അവിടെ വലയെറിയുകയാണെങ്കിൽ അവൻ കുറവനല്ല, അയാൾ വലയനായി മാറും. അത് തൊഴിലാണ്. അവർ ചെയ്യുന്ന തൊഴിലനുസരിച്ചും പാർക്കുന്ന ഇടമനുസരിച്ചും അവരുടെ വിളിപ്പേര് മാറും. അതൊരു വിളിപ്പേര് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ജാതിയെ ആയിരുന്നില്ല. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവർ മാറിക്കഴിഞ്ഞാൽ ഇവരുടെ വിളിപ്പേര് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു വലിയൊരു എൻ്റെ ഒരു സംസ്കൃതിയുടെ ഒരു മഹിമ എന്താണെന്ന് വെച്ചാൽ ഇവർ പരസ്പരാശ്രിതത്വമായിരുന്നു. ഈ ഉഴവര് നെല്ലുൽപാദിപ്പിക്കും, അവർ നെല്ല് ആയർക്ക് കൊടുക്കും, ആയർ അവർക്ക് പാല് കൊടുക്കും, പാലുൽപ്പന്നങ്ങൾ കൊടുക്കും, തൈരും പാലും ഒക്കെ കൊടുക്കും. മറ്റവർ കാടനാണെങ്കിൽ അവർ വേട്ടയിറച്ചി കൊണ്ട് കൊടുക്കും. ഇങ്ങനെ പരവതര് മീൻ കൊടുക്കും. ഇങ്ങനെ ഇവർ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നൊരു സമൂഹമായിരുന്നു. ഒരിക്കലും ഒരു ജാതി ആയിരുന്നില്ല. ഈ സംഘകാലത്ത് ഞാൻ പറഞ്ഞു പുലവരും കുറവരും ഒക്കെ മുന്നണി വിഭാഗങ്ങളായിരുന്നു. ഒരു കവികളും പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നു. നമുക്ക് കുറവ് രാജാക്കന്മാരുണ്ടായിരുന്നു. ഞാൻ ഈ ഉലയ്ക്ക് വേണ്ടി ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഉലയിലൊരു കഥാപാത്രമുണ്ട്, നാഞ്ചിക്കുറവൻ എന്നൊരു കഥാപാത്രമുണ്ട്. ഒരു കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞ് ജീവിക്കുന്ന ഒരു കാവടുവൻ എന്ന് പറയുന്ന കഥാപാത്രം. അതിങ്ങനെ ഭീതിയിലാകപ്പെട്ട് ജീവിക്കുന്നൊരു കഥാപാത്രമാണ്. ഇവിടെ കുറവ് രാജ്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. നാഞ്ചിനാട് കുറവ് രാജ്യമായിരുന്നു. നാഞ്ചിനാടെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അങ്ങ് വരെ പോകുന്ന ഇവിടം വരെ വരുന്ന തമിഴ്നാടിൻ്റെ ആ പ്രദേശങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശം. ഈ നാഞ്ചിനാട് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിരുന്നത് നാഞ്ചിക്കുറവൻ്റെ കാലത്തായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊനാങ്കിക്കുറവൻ എന്ന് പറയുന്ന ഒരു കുറവനായിരുന്നു നാഞ്ചിനാടിൻ്റെ സ്ഥാപകനായിട്ട് പറയുന്നത്. നാഞ്ചിനാടിൻ്റെ സ്ഥാപകനായ കൊനാങ്കിക്കുറവൻ്റെ മകനായ ബാപ്പയ്യക്കുറവൻ്റെ മകനായിരുന്നു നാഞ്ചിക്കുറവൻ. നാഞ്ചിക്കുറവൻ്റെ കാലത്ത് ഈ നാഞ്ചിനാട് ഏറ്റവും സമ്പൽ സമൃദ്ധമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. നമുക്ക് പുലവരാജ്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്നൊരു കാര്യം, തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനമുണ്ടല്ലോ. ഇപ്പം ഏറ്റവും അധികം രാഷ്ട്രീയ യോഗങ്ങളൊക്കെ നടക്കുന്ന ഒരു മൈതാനമാണ് കിഴക്കേക്കോട്ടയ്ക്ക് അടുത്തുള്ള പുത്തരിക്കണ്ടം മൈതാനം. ഈ പുത്തരിക്കണ്ടം മൈതാനം പെരുവാട്ടിപ്പുലൈ എന്ന് പറയുന്ന ഒരു പുലയുടെ ആയിരുന്നു. അവരുടെ പേരിൽ കരമൊഴിവായിട്ട് രാജാവ് പണ്ട് എഴുതി കൊടുത്ത സ്ഥലമായിരുന്നു. ഈ പെരുവാട്ടിപ്പുലയുടെ പിന്തുടർച്ചക്കാര് പുലയ രാജാക്കന്മാരായി മാറിയിട്ടുണ്ട്. അവരുടെ ആയിരുന്നു പുലയനാർ കോട്ട. തിരുവനന്തപുരത്ത് നമ്മുടെ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നില്ലേ, നെഞ്ചുരോഗ ആശുപത്രിയിൽ നിൽക്കുന്ന പുലയനാർ കോട്ട, അത് പുലയ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു. ഇങ്ങനെ ടി ബി സാനിറ്റോറിയം, അതെ, ടി ബി സാനിറ്റോറിയം നിൽക്കുന്നത് ഇപ്പോൾ പുലയനാർ കോട്ടയിലാണ്. അപ്പം ഇങ്ങനെ ശരിക്കും കുറവ് രാജ്യങ്ങളും പുലയ രാജ്യങ്ങളും ഇങ്ങനെ ഈ നമ്മൾ ഇന്ന് അധസ്ഥിതർ എന്ന് പറയുന്ന നമ്മൾ പിൽക്കാലത്ത് ജാതിയിൽ താഴ്ന്നവരെന്ന് മുദ്ര കുത്തിയ
ആൾക്കാരെല്ലാവരും തന്നെ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിലെ വരേണ്യവർഗ്ഗക്കാരായിരുന്നു. പാണ്ഡിത്യം കൊണ്ടും അവരുടെ പൊതു ജീവിതത്തിലെ ഇടം കൊണ്ടും ഒക്കെ അവർ വളരെ മുൻനിരയിൽ നിന്നിരുന്നവരാണ്. പൂജപ്പുര പേര് പിന്നീട് മാറുകയാണെന്ന് തോന്നുന്നു, പൂജപ്പുര എന്നുള്ളത്. പൂജ സംസ്കൃത പദമാണ്. ശരിക്കും പറഞ്ഞാൽ AD 9-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ നമ്മുടെ ഈ നാട്ടില് ഈ തമിഴകം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വിശേഷിച്ച് ചേരത്ത് ജാതി ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്രാഹ്മണിക് അധിനിവേശത്തിന് ശേഷമാണ് വളരെ സംഘടിതമായിട്ട് മഴുവുമായിട്ട് വന്ന ബ്രാഹ്മണര് അവരെ കൊല്ലിനും കൊലയ്ക്കും നിയോഗിച്ചുകൊണ്ടാണ് അവർക്ക് നേതൃത്വം കൊടുത്ത അവരുടെ ഈ പരശുരാമനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരോ ആയിക്കോട്ടെ നേതാവ്. പരശുരാമൻ ത്രേതായുഗത്തിലാണെന്ന് പറയുന്നു. അപ്പം എങ്ങനെയാണ് AD 8-9 നൂറ്റാണ്ടിൽ വന്നത് നമുക്കറിയത്തില്ല. അതെ, കഥയിൽ ചോദ്യമില്ല. അതുകൊണ്ട് നമുക്ക് പരശുരാമനെങ്കിൽ പരശുരാമൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ആ രാമൻ തീർച്ചയായിട്ടും ഇവരെ കൊല്ലും കൊലയ്ക്കും അധികാരം കൊടുത്താണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ക്ഷത്രിയരെയാണ് കൊന്നത്. ക്ഷത്രിയെ കൊന്നതിന്റെ പാപം തീർക്കാൻ വേണ്ടിയാണ് ബ്രാഹ്മണർക്ക് ദാനം കൊടുത്ത് 64 ഗ്രാമങ്ങൾ ഉണ്ടാക്കിയായിട്ട് പറയുന്നത്. കേരളോൽപ്പത്തി പറയുന്നത് അങ്ങനെയാണല്ലോ. വടക്ക് 32 ഗ്രാമവും തെക്ക് 32 ഗ്രാമവും കൂടി 64 ഗ്രാമം ഉണ്ടാക്കി ഇവരെല്ലാം ഈ ഊരിന്റെ ഉരുതിരിമാരാക്കി. അങ്ങനെയാണ് നമ്പൂതിരി എന്നുള്ള പേര് വരുന്നത്. ഒരു തിരുമാതിരാക്കി മാറ്റിയിട്ട് ഇവർക്ക് കൊല്ലും കൊലയ്ക്കും അധികാരം കൊടുത്ത് വാൾ ഓതിക്കൊടുക്കുന്ന പറയുന്നത്. വാൾത്തുമ്പില് എന്താ പറയാ, എന്താ പറഞ്ഞ മന്ത്രമോദി കൊടുക്കുകയാണ്. കൊല്ലിനും കൊലയ്ക്കും ഇനി നിങ്ങൾ താൻ അധികാരികൾ എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിടുകയാണ്. പിന്നെ അവരിങ്ങോട്ട് വന്നിട്ട് വെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ സകല ആൾക്കാരെയും തുരത്തി സകല ബൗദ്ധന്മാരെയും ജൈനന്മാരെയും ഒക്കെ കീഴ്പ്പെടുത്തി ഇവിടെ ഒരു പുതിയ വ്യവസ്ഥിതി കൊണ്ടുവരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്യൂഡലിസത്തിന്റെ ഉദയം നമ്മുടെ ഈ ചേരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നത് ഈ 9th സെഞ്ചുറിയിലാണ്. 9th സെഞ്ചുറി വരെ ഇവിടെ ഫ്യൂഡലിസം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. 9th സെഞ്ചുറി വരെ ഇവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട ഭൂമിയായിരുന്നു. അവിടെ കൃഷി ചെയ്യേണ്ടവർ കൃഷി ചെയ്യും, ഈഴവര് കൃഷി ചെയ്യും, പുലവര് കൃഷി ചെയ്യും, എല്ലാവരും കൃഷി ചെയ്യുമായിരുന്നു. ഭൂമി ആരുടെയെങ്കിലും പേരിൽ മാത്രമായിട്ട് കൈവശം വെച്ചിരുന്ന ഒരു ഇടമായിരുന്നില്ല. പക്ഷേ അവര് കൃഷി ചെയ്യുന്ന ഭൂമി അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു എന്താ പറയുക, ഒരു ജന്മിത്വ വ്യവസ്ഥിതിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 9th സെഞ്ചുറിയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവര് വന്നിട്ട് ഇവർ ഈ ഭൂമിയെല്ലാം കൈയടക്കുകയാണ് ചെയ്തത്. കാര്യം ഭൗതികമായിട്ട് ഇവരെ ഇല്ലാതാക്കുകയാണ്. ഇവരെ ഭൗതികമായിട്ട് ഇല്ലാതാക്കണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഇല്ലാതാക്കുന്നു, ഭൗതികമായിട്ട് ഇല്ലാതാക്കുന്നു, വിജ്ഞാനപരമായിട്ട് ഇല്ലാതാക്കുന്നു. എന്നിട്ട് ഇവര് അവരുടെ അധീശത്വം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ 9th സെഞ്ചുറിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജാതി വ്യവസ്ഥ ആദ്യമായിട്ട് വേരോടുന്നത്. ജാതി വ്യവസ്ഥയും ഫ്യൂഡലിസവും ഒരുമിച്ചാണ് കേരളത്തിൽ വേരോടുന്നത് 9th സെഞ്ചുറിയിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്കാണ് 3000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? ആര്യന്മാർ വന്ന കാലം തുടങ്ങിയുള്ളതാണ് ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. കേരളത്തിൽ ഈ ചാതുർവർണ്ണ്യം, കാര്യം ചാതുർവർണ്ണ്യത്തിൽ ആരാ ഉള്ളത്? ചാതുർവർണ്ണ്യത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനാണ്. കേരളത്തിൽ ഇത് ആരാ ഉള്ളത്? ഇതിൽ വൈശ്യനുണ്ടോ? കേരളത്തിൽ വൈശ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇല്ല. കേരളത്തിൽ ഈ കച്ചവടം നടത്തിയിരുന്ന മുഴുവൻ വിദേശികളാണ്. നമ്മൾ ഈ റോമാക്കാരും ഗ്രീക്കുകാരും അറബികളും ഒക്കെ ആയിട്ടാണ് നമ്മൾ കച്ചവടം നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ കച്ചവടത്തിന് സ്കോപ്പില്ലായിരുന്നു. വൈശ്യർ എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുന്നില്ല. ഇവിടെ ഉള്ളവർ കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്തവർ അവരുടെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അവർ കൊണ്ട് വിൽക്കുന്നു. ഇങ്ങനെയായിരുന്നു ഇവിടെ സംഭവിച്ചിരുന്നത്. ഒരു കച്ചവടം, ഒരു ട്രേഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ ആ ട്രേഡിംഗ് എല്ലാം തന്നെ നേരിട്ട് ഉള്ള ട്രേഡിംഗ് ആയിട്ട് നടന്നിരുന്നത്. അപ്പോൾ വ്യാപകമായിട്ട് ചന്തകൾ ഉണ്ടായിരുന്നു. ചന്തകളിലുള്ള നേരിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു. പക്ഷെ അതൊരു പ്രത്യേക സമൂഹമല്ല ചെയ്ത്, ഒരു സമുദായമല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വൈശ്യർ എന്ന് പറയുന്ന ഒരു വർണ്ണം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ചെയ്തത്, ഈ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വൈശ്യർ അല്ലെ ശൂദ്രന്മാർ കുറച്ചുകൂടി മേൽ ജാതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ശൂദ്രന്മാർക്ക് 4ാം സ്ഥാനം കൊടുത്തിരുന്നത്. 4ാം സ്ഥാനത്തിൽ തന്നെ ഒരുപാട് താഴ്ത്തിയാണ് ശൂദ്രന്മാരെ കരുതിയിരുന്നത്. കാര്യം കേരളത്തിലെ ശൂദ്രന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശ്രിതരായിരുന്നു. കേരളത്തിലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ബ്രാഹ്മണൻ എന്ന് പറയുമ്പം, ബ്രാഹ്മണനെന്നും ക്ഷത്രിയൻ എന്ന് പറയുമ്പോഴും ആ വിഭാഗങ്ങളിൽ ഇപ്പോഴും ഒരു ആശ്രിത സ്വഭാവമുണ്ട്.
ഈ ജാതി എങ്ങനെ ഉണ്ടായെന്ന് അറിയാമല്ലോ, അല്ല വർണ്ണം എങ്ങനെ ഉണ്ടായെന്ന് അറിയാമല്ലോ. അത് എനിക്കൊന്ന് ഭഗവത്ഗീതയിൽ പിന്നീട് എഴുതി ചേർത്തതായിരിക്കണം. ഈ ഭഗവത്ഗീതയിൽ നമ്മുടെ എല്ലാ ക്ലാസിക്സിലും ഒരുപാട് എഴുതി ചേർക്കൽ നടക്കുന്നുണ്ട്. തമിഴകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തമിഴ്നാട്ടിൽ തമിഴ് സാഹിത്യത്തിലൊക്കെ ഇതും എഴുതി ചേർത്തതായിരിക്കണം. ഈ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്നിടത്ത് കർമ്മത്തിൻ്റെയും ഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വർണ്ണം എന്ന് പറയുന്ന അതിനെ തിരുത്തിക്കൊണ്ടാണ് പിന്നീട് പറയുന്നത് ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നുണ്ടായി. സ്രഷ്ടാവിൻ്റെ മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായത്. ഭഗവാന്റെ മുഖത്തിൽ നിന്ന് കൃഷ്ണൻ പറയുന്നതായിട്ടാണ് ഭഗവത്ഗീതയിൽ. എൻ്റെ മുഖത്തിൽ നിന്നാണ് നീ ഉണ്ടായത്, ബ്രാഹ്മണൻ ഉണ്ടായത്. എൻ്റെ ബാഹുക്കളിൽ നിന്നാണ് ക്ഷത്രിയൻ ഉണ്ടായത്. എൻ്റെ തുടകളിൽ നിന്നാണ് വൈശ്യൻ ഉണ്ടായത്. എൻ്റെ പാദങ്ങളിൽ നിന്നാണ് ശൂദ്രൻ സംഭവിച്ചത്, ശൂദ്രൻ പിറന്നത് എന്ന് പറയുന്നുണ്ട്. അതിനും താഴേക്ക് അവയവങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ വേറെ ആരെയും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ ഈ 4 വർണ്ണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ബൈബിളിലെ സങ്കല്പം എന്താണ്? ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് എന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഭഗവത്ഗീതയിൽ ഈ ഒരു ശ്ലോകം പറയുന്നത് നേരെ തിരിച്ചാണ്. ഈശ്വരൻ്റെ 4 ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ 4 വർണ്ണങ്ങളും ഉണ്ടായി. പിന്നെ എങ്ങനെയാണ് ഈ പഞ്ചമർ ഉണ്ടായത്? നേരത്തെ ഇവിടെ ഗോപികൃഷ്ണൻ പറഞ്ഞു പഞ്ചമർ എന്ന് പറയുന്നൊരു വിഭാഗം. പഞ്ചമർ എന്ന് പറയുന്നൊരു വിഭാഗം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ പ്രകടമായിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുണ്ടായിരുന്നു. അത് സങ്കര വിഭാഗങ്ങളാണ്. കാര്യം ബ്രാഹ്മണന് ശൂദ്രനിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വൈശ്യന് ശൂദ്രനിൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ക്ഷത്രിയന് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്രോസ് ക്രോസ് ബ്രീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നവരാണ് ഈ പഞ്ചമർ എന്ന് പറയുന്നത്. അത് പക്ഷെ എന്തോ ഈശ്വരൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, അത് പുറത്തൊന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വർണ്ണം ഉണ്ടാകുന്നത്. അതിന് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10-ാം നൂറ്റാണ്ടോടെയാണ് ശരിക്കും പറഞ്ഞാൽ 9-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒരു 10-ാം നൂറ്റാണ്ടോടെയാണ് ബ്രാഹ്മണർക്ക് ഈ കേരളത്തില് ചേരനാട്ടില് പൂർണ്ണമായിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നതെന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള പറയുന്നുണ്ട്. ഇളംകുളം ഇക്കാര്യത്തിൽ വളരെ ആഴത്തിൽ ഗവേഷണം നടത്തിയ ഒരാളാണ്. ഒരുപക്ഷെ MGS നാരായണൻ സാർ എന്തുകൊണ്ടാണ് വായിക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇളംകുളത്തിന്റെ കൃതികളിൽ വളരെ അതെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതൊന്നും വായിക്കാൻ മെനക്കെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇളംകുളം അദ്ദേഹത്തിന്റെ കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഏടുകളിലുമൊക്കെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കൃതികളൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. 10-ാം സെഞ്ചുറിയിലാണ് ശരിക്കും പറഞ്ഞാൽ 10-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഏറ്റവും അധികം ഈ ബ്രാഹ്മണർക്ക് സ്വത്തിന്റെ മേൽ ആധിപത്യം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും സ്വത്ത് കൈവശം വെച്ചിരുന്ന, ഭൂമി കൈവശം വെച്ചിരുന്ന, കൃഷി ചെയ്തിരുന്ന എല്ലാവരുടെയും ഭൂമി കൈക്കലാക്കി, മസിൽ പവർ കൊണ്ട് കൈക്കലാക്കി. രാജാക്കന്മാരുടെ പിന്തുണ കൂടെ വന്നു. അങ്ങനെ ഇതിനെ പിൽക്കാലത്താണല്ലോ ഇതിനെ ദേവസ്വം ഭൂമി എന്നുള്ള മാറ്റി അല്ല ബ്രഹ്മസ്വം ഭൂമികളാക്കി മാറ്റുന്നത്. രാജാവിനെ സ്വാധീനിച്ചാണല്ലോ ബ്രഹ്മസ്വം ഭൂമിയായിട്ട്. അതിനു മുൻപേ തന്നെ ഇത് ഇവരുടെ ഭൂമിയായിട്ട് ഇവർ പിടിച്ചടക്കുകയാണ്, ആയുധബലം കൊണ്ട് പിടിച്ചടക്കുകയാണ്. അപ്പൊ ഞാനിത് മൊത്തം ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ 3 രീതിയിലൂടെയാണ് ഇവര് ഇവിടെ ഈ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നത്. ഒന്നാമത് ഇവര് ഭൗതിക സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന ഈഴവരും ഉൾപ്പെടെയുള്ള ബൗദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ഈഴവരും പുലയരും പറയരും ബാണരും ഉൾപ്പെടെയുള്ള കുറവരും ഒക്കെ ഉൾപ്പെടെയുള്ള സകല ജനങ്ങളുടെയും പല തൊഴിൽ മേഖലകളിൽ ജീവിച്ചിരുന്ന മുഴുവൻ ജനങ്ങളുടെയും അവരുടെ ഭൗതിക സമ്പത്ത് മുഴുവൻ ഇവർ കൈക്കലാക്കി. അവർ ബലം പ്രയോഗിച്ച് തന്നെ കൈക്കലാക്കി. രണ്ടാമത് വഴങ്ങാത്തവർക്ക് അയിത്തം കൽപ്പിച്ചു. നേരത്തെ പറഞ്ഞു വഴങ്ങിക്കൊടുത്ത ജൈനന്മാരാണ് നായന്മാരായതെന്ന് ചട്ടമ്പിസ്വാമികൾ പറയുന്നു, എനിക്കറിയില്ല. ഏതായാലും ശൂദ്രന്മാരായവരെല്ലാം അവർക്ക് വഴങ്ങിക്കൊടുത്തവരാണ്. ശൂദ്രന്മാരായവരോടൊപ്പം തന്നെ ഇവരെ ചിലരെ നമ്പൂതിരിമാരാക്കുകയും ചെയ്തു. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചിലരെ അവർക്ക് കൂടുതൽ താല്പര്യം തോന്നി ചിലരെ നമ്പൂതിരിമാരാക്കി. അകത്ത് ചാർന്നോ ചാന്നാന്മാരും അകത്ത് ചാർന്നവരും പുറത്ത് ചാർന്നവരും എന്ന് പറയുന്ന ഒരേ ആൾക്കാരെ തന്നെ വ്യത്യസ്ത പദവി കൊടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ താല്പര്യങ്ങളാണ്, പലതും താല്പര്യങ്ങളിൽ ചെയ്യുമായിരുന്നു. അവരോട് എത്രത്തോളം വിധേയത്വം കൽപ്പിക്കുന്നവർക്കൊക്കെ നല്ല വലിയ സ്ഥാനങ്ങൾ കൊടുത്തു, അവരെ കൂടിയ ജാതിയിൽ ഉൾപ്പെടുത്തി. ഒട്ടും വഴങ്ങി കൊടുക്കാത്തവരെയൊക്കെ തീണ്ടൽ ജാതിക്കാരായിട്ട് മാറ്റി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചണ്ടാളരും നികൃഷ്ട ജാതിക്കാരും അല്ലെങ്കിൽ അധസ്ഥിതരും എന്ന് പറയുന്ന ഒരു പുതിയ ജാതി ഉണ്ടാവുന്നത്. അതുവരെയും ഈ പ്രദേശത്ത് നമ്മുടെ ഈ തമിഴകം എന്ന് പറയുന്ന പ്രദേശത്ത് ജാതി ഇല്ലായിരുന്നു.
ജാതി എന്ന് പറഞ്ഞൊരു സങ്കല്പം പോലും ഇല്ലായിരുന്നു. ജന്മം കൊണ്ട് സിദ്ധിച്ചതായിട്ടുള്ള ഒരു ജാതി ഇവിടെ ഇല്ലായിരുന്നു. തൊഴിൽപരമായിട്ട് പല വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമതായിട്ട് ഇവർ ഭൗതിക സമ്പത്തുകൾ തട്ടിയെടുത്ത് അവരെ ഡിപ്രൈവ്ഡ് ആക്കി പൂർണ്ണമായിട്ടും ഫിസിക്കലി. രണ്ടാമത് ഇവർക്ക് അയിത്തം കൽപ്പിച്ചു, അശുദ്ധം കൽപ്പിച്ചു. അയിത്തത്തിന്റെ സംസ്കൃത പദം അശുദ്ധമാണ്. അശുദ്ധത്തിന്റെ മലയാളമാണ് അയിത്തം എന്ന് പറയുന്നത്. ഇവർക്ക് അശുദ്ധം കൽപ്പിച്ചു. മൂന്നാമത് ഇവർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഇവരുടെ വിജ്ഞാന സമ്പാദന മാർഗങ്ങളെല്ലാം അടച്ചു. ശൂദ്രൻ പഠിക്കാൻ പാടില്ല, മ്ലേച്ഛൻ പഠിക്കാൻ പാടില്ല, വേദം ഓതുന്നത് കേൾക്കുന്നത് പോലും പാടില്ല. കേൾക്കുന്നവന്റെ കാതിൽ ഒരുക്കി ഒഴിച്ചതൊക്കെ നമുക്കറിയാം. വേദോപചാരങ്ങൾ കാണുന്നവന്റെ കണ്ണ് കുത്തിപ്പിടിച്ച കഥകളുണ്ട്. അപ്പം മ്ലേച്ഛന്മാരായി മുദ്ര കുത്തപ്പെട്ടവരാരും തന്നെ ഇതിനൊന്നും വിധേയരാവാൻ പാടില്ല. അവർക്ക് വിജ്ഞാന സമ്പാദനം പാടില്ല, പഠിക്കാൻ പാടില്ല, അക്ഷരം പോലും അഭ്യസിക്കാൻ പാടില്ല, എഴുത്തുപള്ളികളിൽ പോലും പോകാൻ പാടില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും ഈ വിഭാഗത്തിന്റെ, അതായത് ബൗദ്ധന്മാരെയാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇവിടെ അവശേഷിച്ച ബൗദ്ധന്മാരാണ്. ബൗദ്ധന്മാരും ആദ്യ ദ്രാവിഡരും. അവരെ പൂർണ്ണമായിട്ടും അവരുടെ വിജ്ഞാന സമ്പാദന മാർഗങ്ങൾ പോലും അവരെ തടഞ്ഞു. എന്നിട്ട് തീണ്ടൽ കൊണ്ടുവരികയാണ്. ആദ്യമായിട്ട് ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന 9-ാം നൂറ്റാണ്ടിൽ അടിച്ചേൽപ്പിക്കുന്ന തീണ്ടലിന്റെ അകലം എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രാഹ്മണനിൽ നിന്നും 16 അടി അകലെയായിരിക്കണം ശൂദ്രൻ. ശൂദ്രനിൽപ്പെട്ട നായർ, ഒന്ന് ശൂദ്രനിൽ പ്രധാനി നായരാണല്ലോ. നായരിൽ നിന്നും 16 അടി അകലത്തിലായിരിക്കണം ഈഴവൻ നിൽക്കേണ്ടതും നടക്കുന്നതും. ഈഴവൻ നടക്കുന്ന സ്ഥാനത്തു നിന്നും 32 അടി അകലത്തിലായിരിക്കണം പുലയൻ നടക്കേണ്ടത്. പുലയനിൽ നിന്നും 32 അടി അകലത്തിൽ പറയൻ നടക്കണം. എന്ന് പറഞ്ഞാൽ ഈ ജാതിയിൽ തന്നെ പിന്നീടും ഉച്ചനീചത്വം കൊണ്ടുവരികയാണ്. കാര്യം അതൊരു തന്ത്രമാണത്. ഈ ഞങ്ങളെ കൊണ്ടുവരുന്ന ഈ ജാതി, ഈ അയിത്തം എന്ന് പറയുന്ന താഴേക്കും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ആ അയിത്ത ജാതിയിൽ പോലും നിങ്ങൾ മേൽക്കോയ്മ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ പുലയന് തോന്നുകയാണോ പറയനേക്കാൾ മേൽക്കോയ്മ എനിക്കുണ്ടല്ലോ എന്ന് തോന്നുകയാണ്. പുലയനും പറയാനും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. ഈ ഇഴവനും നായരും എല്ലാം ഒന്ന് തന്നെയാണ്. ജൈനർ എല്ലാവരും ഒന്നുകിൽ ആദ്യ ദ്രാവിഡർ അല്ലെങ്കിൽ ബൗദ്ധന്മാർ അല്ലെങ്കിൽ ജൈനർ ആയിരുന്നല്ലോ. അവർക്കിടയിലേക്ക് ഒരു പുതിയ തീണ്ടൽ സമ്പ്രദായം കൊണ്ടുവരികയായിരുന്നു. പക്ഷേ അച്ചിപ്പെണ്ണിന്റെ അടിവയറ്റിൽ മാത്രം തീണ്ടലില്ല. അവിടെ 16 അടി അകലം പാലിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ടായിരിക്കും അവിടെ മാത്രം തീണ്ടലില്ല. അതെ. അപ്പം അതൊരു ആവശ്യമായിരുന്നതുകൊണ്ട് അതിന് അച്ചിപ്പെണ്ണിനൊഴികെ ബാക്കി എല്ലാവർക്കും, പകൽ അച്ചിപ്പെണ്ണുങ്ങൾക്ക് അയിത്തമുണ്ട്, പക്ഷെ സന്ധ്യ കഴിഞ്ഞാൽ അച്ചിപ്പെണ്ണുങ്ങൾക്ക് അയിത്തമില്ല. പക്ഷേ ഇപ്പം NGS നാരായണൻ സാറ് പറയുന്ന ഒരു വാദമുണ്ട്. ഇവിടെ ബുദ്ധ ജൈന മതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിന് ഭൗതികമായ തെളിവുകളില്ല? അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാൻ കേട്ടതാണ്, എന്തുകൊണ്ട് ഭൗതികമായ തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നില്ല? നമ്മുടെ ചരിത്രം കണ്ട ഏറ്റവും കുടിലമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഈ അധിനിവേശത്തിന് ശേഷം ഇവിടുത്തെ ബ്രാഹ്മണിക് സമൂഹം ചെയ്തത്. ഏറ്റവും കുടിലമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തു. ഇല്ലാതാക്കുകയല്ല ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്തത്. അതെ. അല്ല, ഇവിടെ ഇപ്പോഴും നമുക്ക് ഒരുപാട് തെളിവുകൾ, ഭൗതികമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വട്ടശ്രീകോപുരികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വട്ടശ്രീകോപുരി നമുക്ക് തെളിവായിട്ട് എടുക്കാൻ കഴിയും, അല്ലേ? പഴയ പ്രാചീനമായിട്ടുള്ള ബൗദ്ധ വിഹാരങ്ങൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. പിന്നെ ഇവർ ചെയ്യുന്ന നമ്മുടെ എല്ലാ ആചാരങ്ങളും, പഴയ ബൗദ്ധ ജൈന ആചാരങ്ങളും മുഴുവനും ഇവർ കൈയടക്കി. ഫ്യാൻസാങ് ആണെന്ന്, ഫ്യാൻസാങ് പാടലിപുത്രത്തിൽ ഫാഹ്യാൻ പാടലിപുത്രത്തിൽ പോയപ്പോഴേ, പാടലിപുത്രത്തിൽ നമ്മുടെ മാവേലിക്കരയിൽ കണ്ട കെട്ടുകാഴ്ച, കാളകെട്ട് കുതിരകെട്ട് അവിടെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ബൗദ്ധ പാരമ്പര്യമാണ്. മാവേലിക്കര ചെട്ടികുളങ്ങര ഭാഗത്തൊക്കെ ഇപ്പോഴും കാളകെട്ട് കുതിരകെട്ടൊക്കെ നടക്കുന്നില്ലേ? അത് ശരിക്കും പാടലിപുത്രത്തിൽ ബൗദ്ധന്മാർ ചെയ്തതായിട്ട് കണ്ടതായിട്ട് ഫ്യാൻസാങ് എഴുതിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ചെട്ടികുളങ്ങരയിലും മാവേലിക്കരയിലും നടക്കുന്ന ഈ കുതിരകെട്ടും കാളകെട്ടും നമ്മുടെ പഴയ ബൗദ്ധ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ബ്രാഹ്മണർ ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിപൂർവമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അതായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നോ ആചാരങ്ങളെ അവർ മറ്റൊരു പേരിൽ നിലനിർത്തി.
കാര്യം ഈ ആചാരങ്ങളിൽ നിന്നും നമ്മളെ പൂർണ്ണമായിട്ടും പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരു വിശ്വാസ പ്രമാണത്തിന് വഴങ്ങിയ ഒരു ജനതയെ അതിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെന്ന് അവർക്കറിയാം. എന്നിട്ട് വളരെ ഗ്രാജുവലായിട്ട് വളരെ കുടിലമായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെയാണ് അവർ ഈ മാറ്റം വരുത്തുന്നത്, ഈ ഭൗതികമായ തെളിവുകൾ ഇല്ലാതാക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അയ്യ എന്നുള്ള വിളി അല്ലെങ്കിൽ അയ്യോ എന്നുള്ള വിളി അശുഭമാക്കി. പിന്നീട് ബ്രാഹ്മണസ്ഥ ഇവിടെ വന്നതിന് ശേഷമാണ് അയ്യോ എന്ന് വിളിക്കാൻ പാടില്ല. എൻ്റെ കുട്ടിക്കാലത്ത് സന്ധ്യാസമയത്ത് അയ്യോ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവർ പറയും, അയ്യോ പറയരുത്, വിളക്ക് വെച്ച നേരത്ത് അയ്യോ എന്ന് പറയരുത്, അശുഭമാണ്, കാലൻ്റെ അമ്മയുടെ പേരാണ് എന്നൊക്കെ പറയും. ഇത് കേട്ട് കാലൻ ഓടി വരും എന്നൊക്കെ പറയും. ഇതാ ഇവർ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. അയ്യൻ എന്ന പദത്തിന് പോലും അയിത്തം കൽപ്പിച്ചു. അതുപോലെ ഈ ബുദ്ധദർശനങ്ങളെ, ബുദ്ധാചാരങ്ങളെ, ജൈനാചാരങ്ങളെ, വൈദ്യം, നമ്മുടെ കളരി, കൃഷി എല്ലാം പരിവർത്തനപ്പെടുത്തി. അഷ്ടാംഗ ഹൃദയത്തിൽ ഒരു ശ്ലോകം തന്നെ മാറ്റി എഴുതിയിട്ടുണ്ട്. ബുദ്ധനെ പരാമർശിക്കുന്ന ഒരു ശ്ലോകം ഞാൻ ഇന്ന് റെഫർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല, നേരത്തെ ഒരിക്കൽ എൻ്റെ ശ്രദ്ധയിൽ വന്നതാണ്. ബുദ്ധനെ പരാമർശിക്കുന്ന എൻ്റെ ആമുഖ ശ്ലോകം തന്നെ മാറ്റിയിട്ട് രാമനെ പരാമർശിക്കുന്നതാക്കിയിട്ടുണ്ട്. രാമശബ്ദം ചേർത്തു ബൗദ്ധ ശബ്ദത്തിന് പകരമായിട്ട്. അങ്ങനെ ഹൈജാക്ക് ചെയ്തു. ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ഈ വൈദ്യം പകർന്നു കൊടുത്തു. വൈദ്യം ആദ്യമവർക്ക് വൈദ്യം അയിത്തമായിരുന്നു, പക്ഷെ പിന്നീട് അവർ തന്നെ വൈദ്യം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് പിന്നീട് ഒരുപാട് ഈ ബ്രാഹ്മണ കുടുംബങ്ങളിലേക്ക് വൈദ്യം വരാൻ ഇടയാതെ അങ്ങനെയാണ്. പിന്നെ ഭിക്ഷുക്കളെയൊക്കെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുക, അവരെയൊക്കെ കൊന്നൊടുക്കി. ഭിക്ഷകളെ ഒന്നും അവശേഷിപ്പിച്ചില്ല. പ്രബലന്മാരായിട്ടുള്ള ബൗദ്ധന്മാരായിട്ടുള്ള ആണുങ്ങളെയും എല്ലാം ഒന്ന് കൊന്നൊടുക്കി. ശേഷിച്ചവരെയൊക്കെയാണ് മ്ലേച്ഛന്മാരായിട്ടും നീചന്മാരായിട്ടും മുദ്ര കുത്തി അയിത്തം അടിച്ചേൽപ്പിച്ച് തീണ്ടൽ ജാതിക്കാരാക്കിയത്. അങ്ങനെ ഭൗതികമായിട്ടും സാംസ്കാരികമായിട്ടും വൈജ്ഞാനികപരമായിട്ടും ഈ വിഭാഗം ഉയരാതിരിക്കാനുള്ള മുഴുവൻ കരുക്കളും അവർ നീക്കി. അതിലേറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനെ ഒരിക്കലും സമൂഹത്തിൻ്റെ മുകളിലേക്ക് അവർ ഉയർന്നു വരാതിരിക്കാൻ വേണ്ട എല്ലാ പഴുതുകളും അടച്ചു. അവരെ വൈജ്ഞാനികമായിട്ട് അവരെ തടഞ്ഞു, ഭൗതിക സമ്പത്തില്ലാതാക്കി, പിന്നെ അവരെ അശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച് പൊതുധാരയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി. എന്നിട്ടും ഇവിടുത്തെ ജനതയ്ക്കിടയിൽ ഈ ബൗദ്ധവിശ്വാസം അവശേഷിക്കുകയാണെന്ന് കണ്ടെത്തിയപ്പം ഒരു പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു. ആ തന്ത്രമാണ് ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്ന ശാസ്താവ്. നമ്മൾ ഈ പഴയ ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് വളരെ പ്രകടമായിട്ട് കാണുന്നൊരു കാര്യമുണ്ട്. ശാസ്താവ് എവിടെയായിരിക്കുന്നത്? ശാസ്താവിൻ്റെ ക്ഷേത്രമല്ല ഞാൻ ചോദിച്ചാൽ, അല്ലാത്ത പ്രാചീന ക്ഷേത്രങ്ങളിൽ എവിടെയാണ് ഈ ശാസ്താവ് ഇരിക്കുന്നത്? ശാസ്താവ് ഇരിക്കുന്ന നാലമ്പലത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മൂലയ്ക്കോ, തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കോ എവിടെയെങ്കിലും ആയിരിക്കും. മിക്കവാറും ഈ ശ്രീകോവിലിൻ്റെ പുറത്തായിരിക്കും. ശ്രീകോവിലിൻ്റെ പുറത്ത് പലപ്പോഴും നാലമ്പലത്തിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ശാസ്താവ് ഇരിക്കുന്നത്. ശാസ്താവിന് അയിത്തമുണ്ട്. ശാസ്താവ് ബുധനാണ്. കന്നിമൂല വടക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറാണ് ആണെങ്കിലാണ് തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല. കാരണം ശരിയാണ്. വടക്ക് പടിഞ്ഞാറ് അഗ്നിമൂല, അഗ്നികോണ. ഭദ്രയാണ്. ശരിയാണ്. ഭദ്ര മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കൊറ്റവയില്ലേ, കൊറ്റവ എന്ന് പറയുന്ന ആദ്യ ദ്രാവിഡ ദേവതയാണ് ഈ കാളി. അതുകൊണ്ട് കാളിക്കും അയിത്തം വരുന്നത് അതുകൊണ്ടാണ്, കാളിയും പുറത്തായത് അതുകൊണ്ടാണ്. പിന്നെ ഈ ബുദ്ധിസ്റ്റിൽ തന്നെ ബുദ്ധിസ്റ്റിന്റെ മൂന്നാമത്തെ ടേൺ ഓഫ് വീൽ ഓഫ് ധർമ്മയാണ് ഭദ്രയാനിസം എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റിന്റെ ഒന്നാമത് തേരാവാദ ബുദ്ധിസമാണ് ബുദ്ധന്റെ കാലത്തുണ്ടായിരുന്നത്. പിന്നീട് മഹായാന ബുദ്ധിസം വന്നു. വൈശാലിയിൽ നടന്ന സമ്മേളനത്തിന് ശേഷമാണ് മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. ബുദ്ധിസം കുറെ കൂടെ പോപ്പുലറൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് കൂടുതൽ അതിന്റെ പെനൻസ് എല്ലാം കുറച്ച് മുമ്പ് ജൈനസവുമായിട്ട് കുറച്ചുകൂടെ സാമ്യം ഉണ്ടായിരുന്നു പെനൻസിനൊക്കെ. ഇതൊക്കെ തേരാവാദ ബുദ്ധിസ്റ്റില്. അത് മാറിയിട്ട് പിന്നെ മഹായാന ബുദ്ധിസം വന്നപ്പോഴത്തേക്ക് ബുദ്ധിസ്റ്റിന്റെ കുറച്ചുകൂടി ഒരു ജനകീയമാക്കി. അങ്ങനെ ഈ അശോകന്റെ കാലത്ത് ഇതിനെ കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്ത് കൂടുതൽ ആൾക്കാർ ബൗദ്ധ പാരമ്പര്യത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ്. എന്നാൽ AD 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും വജ്രയാന ബുദ്ധിസം എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ തിരിവുണ്ടായി. അതിനെ വിളിക്കുന്നത് തേർഡ് ടേൺ ഓഫ് വീൽ ഓഫ് ധർമ്മ എന്നാണ്. ധർമ്മചക്രത്തിന്റെ മൂന്നാമത്തെ തിരിവെന്നാണ്. ഒന്നാം തിരിവ് ഥേരവാദ ബുദ്ധിസം, രണ്ടാം തിരിവ് മഹായാന ബുദ്ധിസം, മൂന്നാമത്തെ തിരിവാണ് വജ്രയാന ബുദ്ധിസം, താന്ത്രിക് ബുദ്ധിസം എന്ന് പറയും. ഈ താന്ത്രിക് ബുദ്ധിസത്തിലെ ആചാര്യസ്ഥാനത്തുള്ള യോഗിനിയായിരുന്നു വജ്രയോഗിനി. ഞാൻ നേപ്പാളിൽ പോയപ്പോൾ അവിടെ
നേപ്പാൾ താഴ്വരയിൽ, കാഠ്മണ്ഡു താഴ്വരയിൽ വജ്രയോഗിനിയുടെ ക്ഷേത്രമുണ്ട്. ആ വജ്രയോഗിനിയെ കണ്ടാൽ ആരാണെന്ന് നമുക്ക് ചോദിക്കേണ്ട, നമ്മുടെ ഒന്നാം തരം ഭദ്രകാളിയാണ്. ഈ തലയോട്ടി മാലകൾ അണിഞ്ഞ് ഇങ്ങനെ കൈകൾ കൊണ്ട് ഉടയാട, വെട്ടിയെടുത്ത കൈകൾ കൊണ്ട് ഉടയാട തീർത്ത് നാക്കിങ്ങനെ പുറത്തേക്ക് നീട്ടി, അത് ശരിക്കും ഊർജത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു ബിംബ സങ്കല്പമാണത്. ആ ഭദ്രകാളിയാണ് ശരിക്കും പറഞ്ഞാൽ, ആ വജ്ര യോഗിനിയാണ് പിൽക്കാലത്ത് നമ്മുടെ കൊറ്റവയും അതുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഭദ്രകാളിയായിട്ട് ഇവിടെ മാറുന്നു. ഒരു ഭദ്രപദം കൂടി ചേർത്ത് ഒന്നുകൂടി റിഫൈൻ ചെയ്ത് അമ്പലത്തിൻ്റെ പുറത്ത്, ശ്രീകോവിലിൻ്റെ പുറത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഞാനീ പറയുന്നതെല്ലാം പ്രാചീന ക്ഷേത്രങ്ങളുടെ കാര്യം കേട്ടോ. ഇപ്പം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല, ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിലും അങ്ങനെയല്ല. പക്ഷേ പ്രാചീന ക്ഷേത്രങ്ങളിൽ വിഷ്ണുവിനെയും ശിവനെയും ഭഗവതിയൊക്കെ പ്രതിഷ്ഠിച്ചുള്ള പ്രാചീന ക്ഷേത്രങ്ങളിലൊക്കെ എവിടെ ചെന്നാലും ഈ ശാസ്താവിൻ്റെ സ്ഥാനം പുറത്താണ്. ഒരു ശാസ്താവിനകത്തിരിക്കാനുള്ള യോഗ്യതയില്ല. പക്ഷേ ശാസ്താവിനെ ഇരുത്താതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ ശാസ്താവിനെ ആവശ്യപ്പെടും, ബുദ്ധനെ ആവശ്യപ്പെടും. അതിൻ്റെ പേര് മാറ്റിയെന്നുള്ളൂ, ശാസ്താവെന്ന്, ശാസ്ത്രിക്കുന്നവൻ എന്നർത്ഥത്തിൽ ശാസ്താവാക്കി. പക്ഷെ ആ ശാസ്താവിൻ്റെ എല്ലാ രൂപം നിങ്ങൾ നോക്കിയാൽ അറിയാം ബുദ്ധനാണ്. ഇരിക്കുന്ന പോസ്റ്റർ പോലും അങ്ങനെയായിരിക്കും. അയ്യപ്പൻ പിൽക്കാലത്താണ് ഈ കൈ ഇങ്ങനെ, കാലിങ്ങനെ കൂച്ചിയിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് അങ്ങനെ ധ്യാനത്തിലായിരുന്നു, ആദ്യത്തെ ധ്യാനത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഒരുപാട് സമയം എടുത്തല്ലേ, കേരളത്തിൽ പ്രബലമായിരുന്ന ഒരു ബഹുസ്വര സമൂഹത്തിനെ വിഭജിച്ച പല തട്ടുകളാക്കി, ജാതി വേർതിരിവുണ്ടാക്കി, അയിത്തം കൽപ്പിച്ച് ഇവിടെ ഒരു ജാതി എന്നൊരു പുതിയൊരു വ്യവസ്ഥിതിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ചിന്തയാണെങ്കിൽ ചാതുർവർണ്ണയമാണുള്ളത്. ഇവിടെ ജാതി ഇത്രയും, കേരളത്തിലെ പോലെ ഇത്രയും ജാതിയില്ല അവിടെ, അല്ലേ? ചാതുർവർണ്ണയമുണ്ട്, ബ്രാഹ്മണിസമുണ്ട്, പിന്നീട് പിൽക്കാലത്ത് വന്ന ഉപജാതികളൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ 9th സെഞ്ചുറി തുടങ്ങി തന്നെ ജാതി, 64 ജാതികളുണ്ടാക്കി. നായരിൽ തന്നെ ഒരുപാട് ഉപജാതികളുണ്ടാക്കി, നായന്മാരിൽ തന്നെ പിന്നെയും ഉപജാതികളൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ ഒരുപാട് ജാതികൾ ഇവരെ വിഭജിച്ച് ഒരു പുതിയ ജാതി വ്യവസ്ഥിതി തന്നെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ബഹുസ്വരത ഇല്ലാതാക്കുക ചെയ്ത്. ഇന്ന് ഈ അധീശത്വ ശക്തികളും അതുപോലെ സംഘപരിവാര ശക്തികളുമൊക്കെ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. നമ്മളെ പല തട്ടുകളാക്കി ഇല്ലാതാക്കി നമ്മുടെ ഈ പഴയ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥിതിയിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു ഒരു ഒരു ഏർപ്പാടാണ്. അതെ 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 അതിനെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത്. നേരത്തെ ശബരിമലയെ കുറിച്ച് ചോദിച്ചല്ലോ. ഞാനീ പറഞ്ഞ വജ്രയാന സങ്കല്പത്തില് യോഗിനി സങ്കല്പമുണ്ട്. അപ്പോൾ വജ്രയാനസത്തിൽ യോഗിനിമാർക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ബുദ്ധ യോഗിനിമാരാണ് വജ്രയാനസത്തിൽ ആചാര്യസ്ഥാനത്തുണ്ടായിരുന്നത്. കാര്യം ഈ തേരാവാദ ബുദ്ധസ്ഥില്, ബുദ്ധൻ രൂപം കൊടുത്ത തേരാവാദ ബുദ്ധസ്ഥില് സ്ത്രീകൾക്ക് പ്രാമുഖ്യമുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധൻ്റെ തന്നെ വളർത്തമ്മയായ ഗൗതമി ഭിക്ഷുണി സംഘം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബുദ്ധൻ ആദ്യം സമ്മതിച്ചില്ല. എനിക്കൊന്ന് ഒരു കാരണം അതിൻ്റെ സെക്യൂരിറ്റിയുടെ വശം കണക്കിലെടുത്തായിരിക്കും. സ്ത്രീകൾ അങ്ങനെ ഭിക്ഷയാഴ്ചയൊക്കെ നടക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന സാമൂഹ്യമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഓർത്തിട്ടായിരിക്കാം. പക്ഷേ ഗൗതമി പിന്നെയും അതിനുവേണ്ടി നിർബന്ധം പിടിച്ചപ്പോൾ 8 ഉപാധികളോടെയാണ് ഭിക്ഷുണി സംഘം ഉണ്ടാക്കാനായിട്ട് ബുദ്ധൻ അനുമതി കൊടുക്കുന്നത്. 8 ഉപാധി എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷം ഭിക്ഷയാചിക്കാൻ പാടില്ല, സുരക്ഷിതമായ ഇടങ്ങളിൽ അഭയം തേടണം, പുരുഷന്മാരുമൊത്ത് ഭിക്ഷയാചിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. കാര്യം ബുദ്ധ സന്യാസിമാരുടെ ബ്രഹ്മചര്യത്തെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു ഭീതി ഉണ്ടായിരുന്നു. മഹായാന ബുദ്ധിസം വന്നതിന് ശേഷം ഇത് കുറച്ചുകൂടി ഒന്ന് ലിബറലൈസ് ചെയ്തു. ഭിക്ഷുണി സംഘങ്ങളെല്ലാം കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്തുവെങ്കിൽ പോലും സ്ത്രീകൾക്ക് അത്ര വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല. ബുദ്ധിസ്റ്റില് സ്ത്രീകൾക്ക് പ്രാമുഖ്യമുണ്ടാകുന്നത് AD 4ാം നൂറ്റാണ്ടിന് ശേഷമാണ്. വജ്രയാന ബുദ്ധിസം വന്നതിന് ശേഷമാണ്. വജ്രയാന ബുദ്ധിസം വന്നപ്പോഴത്തേക്കും എക്സ്റ്റസി ത്രൂ ലവ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് വരികയാണ്. നിർവ്വാണം പ്രണയത്തിലൂടെ. നമ്മൾ ഏത് കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ശരി, ആ കർമ്മത്തെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, പ്രണയിക്കുകയാണെങ്കിൽ ആ കർമ്മത്തിലൂടെ നമുക്ക് നിർവ്വാണം പ്രാപിക്കാൻ കഴിയും എന്ന് പറയുന്ന പുതിയൊരു ബുദ്ധ ദർശനം കൊണ്ടുവരികയാണ്. അതിൻ്റെ പ്രയോക്താക്കൾ പറയുന്നത് ബുദ്ധൻ്റെ അവസാന കാലത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തെ കേൾക്കാൻ വന്ന ശ്രാവകരോട് അദ്ദേഹം അവസാന കാലത്ത് ഉപദേശിച്ചാണ്
ലൗകിക ജീവിതത്തിൽ ഇൻഡൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിരാസക്തരാവാൻ കഴിയും, നിങ്ങൾക്ക് നിർവ്വാണം പ്രാപിക്കാൻ കഴിയും. അനേക ബോധിസത്വ ജന്മങ്ങൾ വേണ്ട എന്നാണ് തേരാവാദ ബുദ്ധിസവും മഹായാന ബുദ്ധിസവും പറയുന്നത്. അനേക ബോധിസത്വ ജന്മങ്ങളിലൂടെയാണ് ബുദ്ധപദം എത്താൻ കഴിയുക എന്നാണ്. അപ്പോൾ ബുദ്ധൻ തന്നെയുണ്ടോ നിരവധി 80-ലധികം ബോധിസത്വ ജന്മങ്ങൾ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ബുദ്ധനായി തീരുന്നത്, ബുദ്ധത്വം പ്രാപിക്കുന്നത്. പക്ഷേ വജ്രയാന ബുദ്ധിസം പറയണോ അങ്ങനെ വേണ്ട, ബോധിസത്വ ജന്മങ്ങളുടെ ആവശ്യമില്ല, ഈ ഉടലിൽ നിങ്ങൾക്ക് ബുദ്ധനായി തീരാം. അതിന് നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ പ്രണയിച്ചാൽ മതി, കർമ്മങ്ങളെ ധ്യാനപൂർണ്ണമാക്കിയാൽ മതി. നിങ്ങൾ ഏതൊന്നിൽ വ്യാപൃതനാവുന്ന അതിനെ ധ്യാനപൂർണ്ണമാക്കുക, മെഡിറ്റേറ്റീവ് ആകുക എന്നാ പറയുന്നത്. ഞാൻ പറയാൻ കാര്യം, അങ്ങനെ സങ്കല്പിച്ച വജ്രയാന ബുദ്ധിസത്തിന്റെ ഒരു യോഗിനി നമ്മുടെ ഈ ശബരിമലയിലുണ്ടായിരുന്നു. ആ യോഗിനിയാണ് നമ്മളിപ്പം മാളികപ്പുറത്തമ്മയെന്ന് വിശേഷിപ്പിക്കുന്നത്. വജ്രയാന ബുദ്ധിസത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ശബരിമല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അയ്യൻ അവിടെ എത്തിച്ചേർന്ന, ആ ബുദ്ധമതത്തിൽ എത്തിച്ചേർന്ന ഒരാളായിരിക്കണം. ഇപ്പം മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു രാജകുമാരനെ കുറിച്ചുള്ള കഥയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ആയിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ ബുദ്ധമതത്തോട് താല്പര്യം തോന്നി അവിടെ എത്തിച്ചേർന്ന ഒരു യോഗിയാണ് അദ്ദേഹം. അപ്പം അവിടെ ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നു, ബുദ്ധവിഹാരം ഉണ്ടായിരുന്നു. ആ ബുദ്ധവിഹാരമാണ് പിൽക്കാലത്ത് ശബരിമല ക്ഷേത്രമായിട്ട് മാറിയെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ബുദ്ധപദങ്ങൾ അവിടെയുണ്ട്. ഏതാണ്? ശരണം വിളികൾ. വേറെ എവിടെയെങ്കിലും ശരണം വിളിയുണ്ടോ? ശരണം വിളിക്കുന്നത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ആരെയാണ് ശരണം വിളിക്കുന്നത്? ആരെയാണ് വിളിക്കുന്നത്? അയ്യനെയാണ്. അയ്യനയ്യപ്പ സ്വാമിയാണ് ശരണം വിളിക്കുന്നത്. അയ്യനയ്യപ്പനാണ്, അയ്യൻ ബുദ്ധനാണ്. ആ ബുദ്ധനെയാണ് ശരണം വിളിക്കുന്നത്. ഇത് ഏറ്റവും നല്ല തെളിവ് തന്നെയല്ലേ. ഇതിനെ 18 പടി എന്ന് പറയുന്ന ഒരു ബുദ്ധ കോൺസെപ്റ്റാണ്. 18 വിജ്ഞാനത്തിന്റെ സ്റ്റെപ്പുകളാണ്, നിർവ്വാണത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണിത്. ഈ വിജ്ഞാപാരമ്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. ഇതൊക്കെ ഏറ്റവും നല്ല പ്രകടമായിട്ടുള്ള തെളിവുകളാണ്. ഇനി MGS നാരായണൻ സാറ് ചോദിച്ചതിനൊരു ഏറ്റവും നല്ലൊരു ഭൗതികമായ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഭൗതികമായ തെളിവുകൾ നമ്മുടെ ഭാഷയിലുണ്ട്. കാര്യം മലയാളം ആദ്യം ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന മലയാളത്തിന്റെ പിറവി ഒരു 10-ാം നൂറ്റാണ്ടോടെയാണ്. 10-ാം നൂറ്റാണ്ടിലാണ് ശരിക്കും മലയാളം തമിഴിൽ നിന്നും പൂർണ്ണമായിട്ട് മോചിതമായിട്ട് ഇന്നത്തെ മലയാളമായിട്ട് മാറുന്നതെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 10-ാം നൂറ്റാണ്ടിന് മുമ്പ് മലയാളം ഉണ്ടായിരുന്നു. ആ മലയാളത്തിന് തമിഴുമായിട്ടും പാലി ഭാഷയുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഈ എഴുതാൻ വേണ്ടി പാലി പദങ്ങൾ ഇങ്ങനെ പഠിച്ചു വന്നപ്പം ഒരു 200-ലധികം പാലി പദങ്ങൾ നമ്മുടെ മലയാള വാക്കുകളാണ്. നമ്മൾ വിശ്വസിക്കില്ല, നമ്മുടെ മലയാള ഭാഷയിൽ നമ്മുടെ നിത്യോപയോഗത്തിലുള്ള വാക്കുകൾ മിക്കവാറും എല്ലാം തന്നെ പാലി പദങ്ങളാണ്. എവിടുന്നാണ് ഈ പാലി പദങ്ങൾ മലയാളത്തിൽ വന്നത്? മലയാള ഭാഷ ആദ്യം തമിഴായിരുന്നു. തമിഴും പ്രാകൃതമൊക്കെ, തമിഴും ആദ്യ ദ്രാവിഡവും ചേർന്നായിരുന്നു മലയാളത്തിന്റെ പഴന്തമിഴാണ്. പഴന്തമിഴാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന, നമ്മുടെ ഈ ചേരത്തിലും ചോളത്തും പാണ്ഡ്യത്തിലും ഉണ്ടായിരുന്ന ഭാഷ പഴന്തമിഴായിരുന്നു. ഈ പഴന്തമിഴ് നാട്ടുമൊഴി വഴക്കമുണ്ട്. നാട്ടുമൊഴി വഴക്കം അനുസരിച്ച് ചില പാഠഭേദങ്ങളുണ്ടാവും, ഭാഷാഭേദങ്ങളുണ്ടാവും. പക്ഷെ പൊതുവായിട്ട് ഈ ഒരു ഭാഷയായിരുന്നു. പിൽക്കാലത്ത് ഇവിടെ ഈ ബൗദ്ധന്മാർ വന്നതിന് ശേഷമാണ് ഇവിടെ പാലി ഭാഷ ഈ ഭാഷയോട് ചേരുന്നത്. ചരുവം ഏത് ഭാഷയാണ് അറിയാമോ? പാലിയാണ്. കട്ടള പാലിയാണ്. കഷണ്ടി പാലിയാണ്. പള്ളി പാലിയാണ്. കേരളത്തിൽ എവിടെ പോയാലും നമുക്ക് ഈ പള്ളി ചേർന്ന സ്ഥലനാമങ്ങൾ കേൾക്കാം. കാഞ്ഞിരപ്പള്ളി, കരുനാഗപ്പള്ളി, മൈനാഗപ്പള്ളി, പള്ളിപ്പുറം, പുതുപ്പള്ളി. എത്രയോ പുതുപ്പള്ളി എനിക്കൊന്നും അറിയില്ല, ഇനി പിൽക്കാലത്ത് വന്നാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പള്ളികളൊക്കെ തന്നെ ഇപ്പോൾ പഴയ രേഖകളിലുള്ള പള്ളികളാണ്. വാടാനപ്പള്ളി, ഇതെല്ലാം കടക്കരപ്പള്ളി, കടൽക്കരയിലുണ്ടായിരുന്ന പള്ളി ബുദ്ധവിഹാരമാണ് കടക്കരപ്പള്ളി. അപ്പം അങ്ങനെ പുത്തൻപള്ളി പഴയ പുത്തൻപള്ളിയാണ്. അപ്പം ഇങ്ങനെ പള്ളി ചേർന്ന പദങ്ങളെല്ലാം തന്നെ പാലിയാണ്. നമ്മുടെ വട്ടി, കൊട്ട, ചന്ത, കഞ്ഞി, സഞ്ചി, ഇതെല്ലാം പാലി വാക്കുകളാണ്. അപ്പം ഞാൻ
ലിസ്റ്റ് എടുത്താലാണ് മുഴുവൻ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഇപ്പം ലിസ്റ്റില്ല, ഓർത്തെടുക്കേണ്ടി വരും. പലിശ, പലിശ, അങ്ങാടി, ചുങ്കം, ഇതൊക്കെ പാലിവാക്കുകളാണ്. അതുപോലെ കമ്മൽ, മോതിരം, ഇതൊക്കെ പാലിവാക്കുകളാണ്. അപ്പൊ ഈ മലയാളത്തിൽ ഇന്ന് നമ്മുടെ നിത്യോപയോഗത്തിലുള്ള വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം തമിഴ് അല്ലെങ്കിൽ പാലിവാക്കുകളാണ്. കാര്യം നമ്മുടെ ഭാഷ രൂപം കൊള്ളുന്നത് തമിഴും ബാലിയും ചേർന്നുള്ള ഒരു മിശ്രിതത്തിൽ നിന്നാണ്. അതിനുശേഷമാണ് ശരിക്കും നമുക്ക് സംസ്കൃതം ഇങ്ങോട്ട് കടന്നു വരുന്നത്. ശരിക്കും പണ്ട് മലയാളത്തിൽ അമ്മയ്ക്ക് തള്ളയെന്നാണ് പറഞ്ഞിരുന്നത്. തള്ള വളരെ ബഹുമാന്യതയുള്ളൊരു വാക്കാണ്. അതുപോലെ അച്ഛന് തന്തയെന്നാണ് പറഞ്ഞിരുന്നത്. അത് രണ്ടും തമിഴിലെ വാക്കുകളാണ്, തമിഴിൽ ഒന്നാണ്. ഞാൻ DP ആയിരുന്ന സമയത്ത് ശ്രദ്ധയിൽ വന്നൊരു കാര്യമാണ് നമ്മുടെ കുമാരനാശാന്റെ തള്ളയും കുട്ടിയും തള്ളയും കുഞ്ഞും എന്നൊരു കവിതയുണ്ട്. അത് നമ്മുടെ ഭാഷമാരതിനെ പാഠഭേദം വരുത്തിയിട്ട് അമ്മയും കുഞ്ഞുന്നാക്കി. തള്ള ബഹുമാന്യതയില്ലാത്ത പദമാണെന്ന് കരുതി. തള്ള ഏറ്റവും ആദരവുള്ളൊരു പദമാണ്. തന്ത വളരെ ആദരവുള്ള പദം. പക്ഷെ ഇപ്പൊ തന്ത വൈബെന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. തന്ത വളരെ ബഹുമാന്യതയുള്ളൊരു പദമാണ്. പിന്നീട് സംസ്കൃതം വന്നതിന് ശേഷമാണ് ഇതിനെയൊക്കെ അച്ഛനും പിന്നെ പിതാവ്, ജനകൻ, അതുപോലെ ജനയിത്രി, മാതാവ്, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വരുന്നത്. ശരിക്കും സംസ്കൃത പദങ്ങൾ പിന്നീട് വന്നിട്ട് നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് വളരെ വളരെ ലളിതമായ പദങ്ങളായിരുന്നു മലയാളത്തിലുണ്ടായിരുന്നത്, തമിഴും പാലിയും ചേർന്ന വാക്കുകൾ. ഏറ്റവും നല്ല തെളിവ് ഇത് തന്നെയാണ്. നമ്മുടെ ഭാഷയിൽ എങ്ങനെയാണ് ഇത്രയേറെ പാലി പദങ്ങളുണ്ടായത്? അത് ബൗദ്ധ മതത്തിൻ്റെ സ്വാധീനമാണ്.